രാധേശ്യാം. എല്ലാവരും പറയൂ, രാധേശ്യാം, രാധേശ്യാം, രാധേശ്യാം. ഒരു നാമാളി ചൊല്ലി തുടങ്ങാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. जय बोल सद्गुरुनाथ महाराज की जय. बोलो नारायणा जय जय विठ्ठला, बोलो नारायणा जय जय विठ्ठला, बोलो नारायणा जय जय विठ्ठला, बोलो नारायणा जय जय विठ्ठला. लक्ष्मी नारायण रंग रंग विठ्ठला, लक्ष्मी नारायण रंग रंग विठ्ठला. गोविंद विठ्ठला गोपाल विठ्ठला, गोविंद विठ्ठला गोपाल विठ्ठला. श्रीरंग विठ्ठला पांडुरंग विठ्ठला, श्रीरंग विठ्ठला पांडुरंग विठ्ठला. बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला, 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 जय 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 विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठला. सर्वत्र गोविंद नाम संकीर्तनम, गोविंद गो. जय बोल सद्गुरु महाराज की जय. प्रेमिकं सद्गुरुं भजे. हरे रामेति कृष्णेति नाम संकीर्तनं सदा लोकक्षेमाय कुर्वन्तं प्रेमिकं सद्गुरुं भजे. प्रेमिकेन्द्रगुरोः कीर्तिं दिक्षु सर्वासु कीर्तयन् यः सञ्चरति लोकेऽस्मिन् कृष्णदासात्मजं भजे. नाम कीर्तनमात्रेण सुप्रसन्नं कृपानिधिं भक्तकोलाहलं वन्दे भक्ताभीष्टफलप्रदम्. सत्यं परं धीमहि नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. सोऽलङ्कृशिष्ट भगवान् वचांसि मे. सर्वत्र गोविन्दनामसङ्कीर्तनं, गोविन्द गो. മഹാത്മാ മല്ലിയൂർ തിരുമേനി അവതരിച്ച സമയം, ദിവസങ്ങൾ, മാസം എല്ലാം പുണ്യമാണ്. സാധാരണ മഹാത്മാക്കൾ അവതരിക്കുന്ന മാസം, ദിനം എല്ലാം പുണ്യമായാലും ചില മഹാത്മാക്കൾ പുണ്യമായ സമയത്തിലേ അവതരിക്കുള്ളൂ. അവർ അവതരിച്ചത് പുണ്യമായാലും പുണ്യമായ സമയത്തിലേ അവതരിക്കുള്ളൂ. ഈ മാസത്തിൻ്റെ പേര് എന്താണ്? മാഘമാസം. മാഘം പറഞ്ഞാൽ മാ അഘം. അഘം വേണ്ട. അഘം പറഞ്ഞാൽ എന്താ? പാപം. അഘാസുരൻ പറയാറുണ്ടല്ലോ, അഘാസുരൻ. അതുകൊണ്ട് ഈ മാഘമാസത്തിൽ ഇവിടെ സപ്താഹം കേട്ടാൽ, ഭാഗവതം ആസ്വദിച്ചാൽ നമുക്ക് മാഘം എന്ന് പറഞ്ഞാൽ അഘം ഇല്ല നമുക്ക്. ഈ മാഘമാസത്തിൽ സ്നാനം വളരെ പ്രധാനമാണ്. പുഴയിലോ നദിയിലോ, ഓരോരോ മാസത്തിൽ ഓരോരോ നദിക്ക് പ്രാധാന്യമുണ്ട്. ഈ മാഘമാസത്തിൽ ഗംഗയ്ക്കാണ് പ്രാധാന്യം. അതേപോലെ കാർത്തിക മാസത്തിൽ യമുനയ്ക്ക് പ്രാധാന്യം. മുമ്പ് ഒരു അമ്മ പറഞ്ഞില്ലേ, കാർത്തിക മാസം, ദാമോദര മാസം, അത് ആ സമയത്തിൽ യമുനയ്ക്ക് പ്രാധാന്യം. തുലാ കാവേരി, തുലാമാസത്തിന് കാവേരിക്ക് പ്രാധാന്യം. ഇങ്ങനെ ഓരോരോ നദികൾക്ക് ഓരോ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാഘമാസത്തിൽ ഇവിടെ പറയുന്നു, മാഘമാസേ രടന്ത്യാപഹ കിഞ്ചിദഭ്യുതിരവൗ ബ്രഹ്മഗ്നം വാ സുരാപം വാ കം പതന്തം പുണീമഹേ. രടന്തി ആപഹ, തീർത്ഥദേവതകളൊക്കെ നമ്മോട് പറയുന്നു മാഘമാസത്തിൽ. എന്തു പറയുന്നു? ബ്രഹ്മഗ്നം വാ സുരാപം വാ. ഒരു ബ്രഹ്മഗ്നനായാലും, ബ്രഹ്മഹത്യ ചെയ്ത ആളായാലും, ഇല്ലെങ്കിൽ മദ്യം സേവിച്ച ആളായാലും കുഴപ്പമില്ല, രാവിലെ സൂര്യോദയ സമയത്ത്, സൂര്യോദയത്തിന് മുമ്പായി കം പതന്തം പുണീമഹേ. കം പറഞ്ഞാൽ വെള്ളം. അറിയാത്ത വെള്ളത്തിൽ, കുളത്തിൽ വീണുപോയാലും അയാൾക്ക് പോലും ശുദ്ധമുണ്ടാവും എന്നാണ് ഈ മാഘമാസ സ്നാനത്തിൻ്റെ. മാഘമാസം, വൈശാഖ സ്നാനമൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് സ്കാന്ദപുരാണത്തിൽ. മുഖ്യം നമുക്ക് ദുഃഖ ദാരിദ്ര്യ നാശായ
ശ്രീവിഷ്ണോസ്തോഷണായ ച പ്രാതസ്നാനം കരോമ്യദ്യേ മാഘേ പാപവിനാശനം. നമ്മുടെ ദുഃഖം, ദാരിദ്ര്യം കൊണ്ടാണ് ദുഃഖദാരിദ്ര്യനാശായ പ്രധാനം ശ്രീവിഷ്ണോസ്തോഷണായ ച. അതിനുവേണ്ടി പ്രാതസ്നാനമായിട്ട് മാഘമാസത്തിൽ ചെയ്യണം. വിശേഷാൽ മകരസ്ഥേ രവൗ മാഘേ ഗോവിന്ദാച്യുത മാധവ സ്നാനേന അനേന മേദേവ യഥോക്ത ഫലദോ ഭവ. ഇതൊക്കെ മാഘമാസത്തിൽ കുളിക്കാനുള്ള ശ്ലോകങ്ങളാണ്. എന്തായാലും ഇത് കേട്ടോളൂ. പിന്നെ നാളെ രാവിലെ കുളിക്കുമ്പോൾ കുളിച്ചാൽ മതി. കൃഷ്ണാച്യുത നിമജ്ജാമി പ്രഭാതേസ്മിൻ ശുഭോദകേ അനേന മാഘസ്നാനേന സുപ്രീതോ മാം സമുദ്ധര. ഇതൊക്കെ പറഞ്ഞിട്ടാണ് കുളിക്കണം മാഘമാസത്തിൽ. പിന്നെ അർഘ്യദാനമൊക്കെ ഉണ്ട്. അർഘ്യത്തിൽ ചെയ്യുമ്പോൾ സവിത്രേ പ്രസവിത്രേ ച സൂര്യനക്ക് അർഘ്യം. പിന്നെ ഗംഗാ യമുനയോർ മധ്യേ എത്ര ഗുപ്ത സരസ്വതി. ഗംഗാ യമുന സരസ്വതി ചേർന്നിരിക്കുന്ന ആ പ്രയാഗക്ഷേത്രമാണ്. ശരിക്കും ഇതാണ് പ്രയാഗക്ഷേത്രം. ഗംഗ ജ്ഞാനം, യമുന ഭക്തി, സരസ്വതി വൈരാഗ്യം, ഇത് മൂന്നും കൂടിച്ചേർന്നല്ലേ ഭാഗവതം. അപ്പോൾ നമുക്ക് ശരിക്കും മാഘസ്നാനം ഇവിടെ ശരിക്കും മാഘസ്നാനം ഭാഗവത ഗംഗയിലാണ് നമ്മൾ കുളിക്കുന്നു. വിശേഷം നാളത്തെ പ്രാധാന്യം എന്താണ് അതുകൂടി പറയാം. അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭാഗവത്തിലേക്ക് കിടക്കാം. നാളെ രഥസപ്തമി എന്നാണ് പേര്. രഥസപ്തമി അല്ലെങ്കിൽ ഭാനുസപ്തമി പറയും. ഓരോരോ ആഴ്ചയോട് ഓരോരോ തിഥി ചേരുമ്പോൾ വളരെ വിശേഷമാണ്. ഗണപതിയോട് പ്രാർത്ഥിക്കാം. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. നാളത്തെ പ്രാധാന്യം സൂര്യൻ്റെ രഥം വടക്കോട്ട് തിരിയുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഉത്തരായനം, ഉത്തരത്തിലേക്ക് തിരിയുന്ന സമയം കണ്ടാണ് ഉത്തരായന പുണ്യകാലം നമ്മൾ പറയുന്നു. ആ ഉത്തരായന പുണ്യകാലത്താണ് നമുക്ക് രഥസപ്തമി. സപ്തമി പറഞ്ഞാൽ 7 എരുക്ക ഇല ശിരസിൽ വച്ച് പിന്നെ കുറച്ച് അക്ഷതയും കറുകപ്പുല്ല് കുറച്ച് ചാണകം വെച്ച് പുരുഷന്മാർ കുളിക്കും. ഇത് തമിഴ്നാട്ടിൽ സമ്പ്രദായത്തിലാണ്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി 7 എരുക്കല വയ്ക്കും, മഞ്ഞപ്പൊടിയും വെച്ച് കുളിക്കാറുണ്ട്. അതുകൊണ്ട് എന്താണ് ഗുണം ചോദിച്ചാൽ 7 ജന്മത്തിലുള്ള പാപങ്ങൾ നമുക്ക് നശിക്കും. സപ്തജന്മാർജിതം പാപം ഹരസപ്തമി സത്വരം. ആ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. മനസ്സ്, വാക്ക്, കായം, പിന്നെ ജ്ഞാത അജ്ഞാതം, ഇങ്ങനെ 7 വിധമായ പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അറിഞ്ഞിട്ട് ചെയ്യുന്ന പാപം യദ്യജന്മകൃതം പാപം മയാ സപ്തസു ജന്മസു തന്മേ രോഗഞ്ച ശോകഞ്ച മാകരി ഹന്തു സപ്തമി. ഇങ്ങനെ 7 ഇറക്കൽ വെച്ച് സ്നാനം ചെയ്താൽ നല്ലതാണ്. ഞാൻ പറഞ്ഞപ്പോഴാണ് ദിവാകരേട്ടൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് കൂടുതൽ ഇറക്കൽ വേണ്ടി വരുള്ളൂ അങ്ങനെ പറഞ്ഞു. അത് തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ 7 ഈ എരുക്കയില തലയിൽ ശിരസിൽ വെച്ച് അങ്ങനെ കുളിച്ചാൽ കിട്ടിയാൽ നിങ്ങൾക്കും കുളിക്കാം. തലയിൽ വെച്ചിട്ട് ഒന്ന് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കണം. കാരണം ഓരോരോ ആഴ്ചയോട് ഓരോ തിഥി ചേരുമ്പോൾ വിശേഷമാണ്. സപ്തമി ഭാനുപുത്രേന്, സാധാരണ രഥസപ്തമി തന്നെ സൂര്യനക്ക് വിശേഷമാണ്. തമിഴ്നാട്ടിലൊക്കെ നാളെ തേര് വരയ്ക്കാറുണ്ട് കളം വരയ്ക്കുമ്പോൾ. കാരണം സൂര്യൻ്റെ രഥം വടക്കോട്ട് തിരിയുന്നതായി സങ്കല്പിച്ച്. അതേപോലെ ബുധാഷ്ടമി, അഷ്ടമിയോട് ബുധൻ ചേരുമ്പോൾ വിശേഷമാണ്. സോമവാരം, കറുത്ത വാവോട് സോമവാരം ചേർന്നാൽ ഇങ്ങനെ അതൊക്കെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ മാഘമാസത്തിൽ ശരിക്കും ഭാഗവത ഗംഗയിൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ഇതിനു മുമ്പ് പ്രഭാഷണം ചെയ്ത കൃഷ്ണൻ, അദ്ദേഹത്തിനോട് നന്ദി പറയാം. എൻ്റെ പ്രഭാഷണം അദ്ദേഹം ഏറ്റെടുത്തത് കൊണ്ട് സൗകര്യമായി എനിക്ക്. ഇപ്പോൾ പറഞ്ഞു വേണ്ട കാര്യം, പ്രചേതസുകൾ ഗുരുവായൂരിൽ രുദ്രഗീതം ചൊല്ലി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ധ്രുവവത്ത് നശീഘ്രത എന്നാണ് ഭട്ടതിരി പറയുന്നു. ധ്രുവനുക്ക് പെട്ടെന്ന് വന്നതുപോലെ ഇവിടെ പ്രചേതസുകൾക്ക് വന്നില്ലേ? എന്താ കാരണം? ഈ രുദ്രഗീതം കേൾക്കാൻ ഗുരുവായൂരപ്പനക്ക് കൂടുതൽ താത്പര്യം. കുറച്ചുകൂടി പഞ്ചോട്ടെ ജിതന്തേ ആത്മവിധുര്യ സ്വസ്ഥയെ സ്വസ്ഥിരസ്തുമേ. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ കാശിഷ്ണുണ ഇവിടെ പറയുന്നു ജപയജ്ഞേന തപസ പുരഞ്ജന മതോഷിയെന്ന്. ശുകാചാര്യൻ്റെ പദങ്ങളൊക്കെ ഇപ്പോൾ പുരഞ്ജനൻ ജീവനെ പറഞ്ഞതാണ്. ഇപ്പോൾ പറയുന്നു ജപയജ്ഞേന തപസ പുരഞ്ജന മതോഷിന്. ഈ പുരഞ്ജനനെ ജനിപ്പിച്ച ഒരു പുരഞ്ജനനുണ്ടല്ലോ, ആ പുരഞ്ജനനെ സന്തോഷിപ്പിച്ചു. ദശവർഷ സഹസ്രാന്തേ 10,000 കൊല്ലം ശേഷം ഭഗവാൻ
സുവർണസ്കന്ധമാരൂഢനായി കാശിഷ്ണുണ കനകവർണ്ണ വിഭൂഷണേന ഭ്രാജത്കപോലവദനോ വിലസത്ക്രീടഃ അഷ്ടായുധൈരണുചരിർമുണിഭിः സുരേന്ദ്രൈः ആസേവിതോ ഗരുഡകിന്നരഗീതകീർത്തിः. ഭഗവാൻ പുറപ്പെട്ടാലും എല്ലാ ദേവന്മാരും ഒപ്പം വരുന്നുണ്ട്. പീനായതാഷ്ടഭുജമണ്ഡലമധ്യലക്ഷ്മ്യാ സ്പർദ്ധത്സ്രിയാ പരിവൃതോ വനമാലയാദ്യഃ ബർഹിഷ്മതഃ പുരുഷ ആഹസുതാൻ പ്രപന്നാൻ പർജന്യനാദരുതയാ സഘൃണാവലോകഃ. ഉള്ള ഗംഭീര ദർശനം. ദക്ഷൻ്റെ ബന്ധപ്പെട്ട ആ വംശത്തിൽ വന്ന ഈ പ്രചേസുകൾക്കും ദക്ഷനുക്കും ബന്ധമുണ്ട്. ദക്ഷനുക്കും പ്രചേസുകൾക്കും വീണ്ടും പ്രാചേസ് ദക്ഷൻ വരുമ്പോൾ ഇവർക്കൊക്കെ ഭഗവാൻ 8 തൃക്കൈകളോടാണ് ദർശനം. സാധാരണ ഭഗവാൻ 4 ഭുജത്തോടെ ദർശനം കൊടുക്കുള്ളൂ. ഇവിടെ ദക്ഷൻ്റെ ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ 8 തൃക്കൈകളോടാണ് ദർശനം. എന്താണെന്ന് ചോദിച്ചാൽ 8 അണിമാതി സിദ്ധികൾ കൊടുക്കാണോ എന്തോ ഭഗവാൻ 8 തൃക്കൈകളോടെ വരുന്നുണ്ട് ഇവിടെ ദക്ഷണക്കും ഈ പ്രചേസുകൾക്കും. ഈ 8 തൃക്കൈകളുള്ള ഭഗവാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠത്തിലാണ്. സന്താന ഗോപാലത്തിൽ പറയുന്നുണ്ട് 8 തൃക്കൈകളോടെ അഷ്ടഭുജൈഹി സുശോഭിതം. അവിടെ 8 തൃക്കൈകളോടെ വർണ്ണിക്കുന്നു സന്താന ഗോപാലത്തിലും. ഈ 8 തൃക്കൈകളുള്ള ഭഗവാൻ കാഞ്ചീപുരത്തിലാണ്. അഷ്ടഭുജത്താൻ 8 തൃക്കൈകളുള്ള ഭഗവാൻ. ആ ഭഗവാനോട് ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നു. വേദാന്ത ദേശികൻ ഗജേന്ദ്രരക്ഷാ ത്വരിതം ഭവന്തം ഗ്രാഹേരിവാഹം വിശിഷ്ട. അന്ന് ഒരു മുതല ഗജേന്ദ്രനെ പിടിച്ചപ്പോൾ ഓടിയെത്തിയില്ലേ, എന്നെ 8 മുതല പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. എന്താ 8 മുതല? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 8 മുതല പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 കൈകൾ ആയുധം ധരിച്ച് വരേണ്ടതാണ്. നിനക്ക് പറ്റിയ ഭഗവാൻ നീ തന്നെയാണെന്ന് പറയുന്നു അദ്ദേഹം. അങ്ങനെ ഇവിടെ ദർശനം കൊടുത്തു. അവരോട് വരം വൃണീധ്വം ഏത് വേണമെങ്കിലും ചോദിച്ചോളൂ. പിന്നെ പ്രംളോച്ച എന്ന പേരുള്ള ഒരു കണ്ടോഹോ പ്രംളോച്ചയാ ലബ്ധ. പ്രംളോച്ച പറയുന്ന ഒരു അപ്സര സ്ത്രീയിൽ നിന്നും കണ്ടു മഹർഷിക്ക് ഉണ്ടായ ഒരു പെൺകുട്ടി മാരിഷ എന്നാണ് പേര്. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. അപൃഥക് ധർമ്മശീലാനാം സർവേഷാം വസ്സുമധ്യമ അപൃഥക് ധർമ്മശീലേയം. നിങ്ങളെപ്പോലെ ഈ 10 പേരും ഒരേ തുല്യ സ്വഭാവമുള്ളവരാണ്. അതുപോലെ നിങ്ങൾക്ക് യോജിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. അവർ ചോദിച്ചു, ഈ വിവാഹം കഴിച്ചാൽ ഗൃഹസ്ഥാശ്രമം ബന്ധനമാവില്ലേ? ഇപ്പോഴാണ് ഭഗവാൻ പറയുന്നു, മദ്വാർത്ത യാതയാമാനാം ന ബന്ധായ ഗൃഹാമതാഹ. വിവാഹം കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും ഭാഗവതം വായിച്ചാൽ നമ്മൾ വെൺമണി തിരുമേനിയും രാധാന്തജനം പോലെ ആയാൽ പിന്നെ അത് ഗാർഹസ്ഥ്യമേതത് കില മോക്ഷതുല്യം. രാധാ മുകുന്ദദ്വയ ദാസ്യലക്ഷ്യം ഗാർഹസ്ഥ്യമേതത് കില മോക്ഷതുല്യം. ഗുരുനാഥൻ അങ്ങനെ പറയും. ഭാര്യയും സപ്താഭാഗവതം വായിക്കുന്നു, ഭർത്താവും ഭാഗവതം വായിക്കുന്നു. ഇപ്പം മിക്കവാറും ആചാര്യന്മാർ അങ്ങനെയാണ്. അവർ ദമ്പതിയായിട്ടാണ് ചെല്ലുന്നത്. അത് വലിയ ഭാഗ്യം തന്നെയാണ്, അവരുടെ കുടുംബത്തിലെ സൗകര്യമായി. എന്തായാലും അങ്ങനെ ദമ്പതിയായിട്ട് ഭജനം ചെയ്താൽ അങ്ങനെ ഭക്തി ചെയ്യുന്നത് ഇവിടെ അങ്ങനെ വരുന്നുണ്ട്. പ്രഭാഷണം മാത്രമല്ലേ, ശ്രോതാക്കൾ അങ്ങനെ വരാറുണ്ട്. ദമ്പതിയായിട്ട് ചില അമ്മമാർ ഭർത്താവോട് വന്നിട്ടുണ്ട്. അവർക്ക് ഭാഗ്യവാന്മാർ. സഹ കൃഷ്ണസാരാഹ പൂജാം ദുർവിരചിതാം പ്രണയാവലോകൈഹി. വൃന്ദാവനത്തിലെ മാണുകൾ പോലും നമ്മോട് പറയുന്നു, ആ ഹരിണീയായ മാണുകൾ എന്ത് ചെയ്യുന്നു? കൃഷ്ണസാരമായ ഭർത്താവിനെ വിളിച്ചു കൊണ്ട് വരണം. അപ്പോൾ ഇങ്ങനെ പ്രഭാഷണത്തിന് സത്സംഗത്ത് പോകുന്ന അമ്മമാരൊക്കെ ഭർത്താവുണ്ടെങ്കിൽ താത്പര്യം ഇല്ലാതാണെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരണം. സഹ കൃഷ്ണസാരാഹ. അങ്ങനെ 2 പേരും ഒന്നിച്ച് ഭക്തി ചെയ്താൽ എന്തായാവും? അവർ 2 പേരും ഒന്നിച്ച് അവിടെ ചെല്ലും. വൈമാനികാഹ സലലനാശ്ചരിതാണ് എത്ര. ഇവിടെ പാടുന്നത് പോലെ ഒന്നിച്ച് പാടുന്നത് പോലെ അവിടെയും ചെല്ലു പാടും. അവിടെ പറയുന്നു തൃതീയ സ്കന്ധത്തിൽ വൈമാനികാഹ സലലനാഹ. അങ്ങനെ നിങ്ങൾ എന്നെക്കുറിച്ച് പാടിക്കോളൂ. മദ്വാർത്ത യാതയാമാനാം ന ബന്ധായ ഗൃഹാമതാഹ. അവർ അനുഗ്രഹിച്ചു. ചിലപ്പോൾ മറന്നുപോയാൽ ഞാൻ സത്സംഗമായിട്ട് ആരെങ്കിലും പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ മറന്നുപോയ സംശയം. പക്ഷേ ആ സമയത്താണ് ഇവരുടെ ഗംഭീര സ്തുതിയൊക്കെ പറയുന്നു. ഭാഗവത്തിൽ എന്തെങ്കിലും ഒരു അധ്യായം എടുത്തു കൊടുത്താൽ സൗകര്യമായി. ഒരു 4-5 അധ്യായം ഒരുമിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്തുതികളുള്ള അധ്യായങ്ങളൊക്കെ. എന്തായാലും ഇവിടെ നാരദൻ്റെ ഉപദേശം. നാരദൻ പറയുന്നു, കിം ജന്മഭിസ് ത്രിഭിർവേഹ. 3 വിധമായ ജന്മം എടുത്തിട്ട് എന്ത് പ്രയോജനം? നമ്മൾ ദ്വിജൻ പറയും. ദ്വിജൻ പറഞ്ഞാൽ മാത്രമല്ല, ശൗക്ല സാവിത്ര യാജ്ഞികൈഹി. ഒരു ബ്രാഹ്മണ ദമ്പതി അച്ഛനും ബ്രാഹ്മണനായും അമ്മയും ബ്രാഹ്മണിയായും ഇരുന്ന് അങ്ങനെ ജനിക്കുന്ന കുട്ടി ശൗക്ലം എന്ന് പറയും. അതൊരു ജന്മമാണ്.
പിന്നെ സാവിത്രം, പൂണലിടുമ്പോൾ രണ്ടാമത്തെ ജന്മം, പിന്നെ യാജ്ഞികൈഹി, പിന്നെ യജ്ഞം ചെയ്യുമ്പോൾ അവിടെ വേറെ ഒരു പുതിയ സ്നാനമൊക്കെ ചെയ്ത് അവിടെ ഉണ്ടോ വേറെ ജന്മം. ഇങ്ങനെ ഉയർന്ന ജന്മം കിട്ടിയിട്ടും ഭക്തി ചെയ്തില്ലെങ്കിൽ വേസ്റ്റാണ്. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ല സാവിത്രയാജ്ഞികൈഹി കർമ്മഭിർവാത്രയീ പ്രോക്തൈഹി പുംസോപി വിബുധായുഷാം നയത്ര ആത്മപ്രദോ ഹരിഹി. എന്ത് ചെയ്താലും ഭഗവാൻ തന്നെ കൊടുക്കില്ല. ഏത് സത്കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം മാത്രമേ കിട്ടുള്ളൂ. ഭഗവാൻ നമ്മോടൊപ്പം വരണമെങ്കിൽ അതിന് ഭക്തി മാത്രമേ വേണ്ടൂ. ആ ഭക്തി എങ്ങനെ ചെയ്യണം? ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി. യഥാതരോർ മൂലനിഷേചനെ തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖാ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം. മരത്തിൻ്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ചാൽ എല്ലാത്തിലും വെള്ളം എത്തുന്നത് പോലെ വിശപ്പ് കൊണ്ട് കണ്ണടയിനോ കാത് അടിനോ കേൾക്കാൻ വയ്യ കാണാൻ വയ്യ പറയുന്നവർ ഭക്ഷണം കൊടുത്താൽ കണ്ണിലും ചെവിയിലും ഇടാറില്ല. പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം. പ്രാണന ആഹാരം കൊടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയാണോ ശക്തി, അതുപോലെ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി. എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും. ഗുരുവായൂരപ്പനെ എങ്ങനെ ഭജിക്കണം? ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യ ഏന കേനവ. എല്ലാ ഭൂതങ്ങളിലും ദയയും കിട്ടുന്നതിൽ സന്തോഷവും ഇന്ദ്രിയങ്ങളെ കുറച്ച് അടക്കാനും പഠിച്ചാൽ മതി. തുഷ്യതി ആശു ജനാർദ്ദന ഒക്കെ ഉപദേശം കൊടുത്തു. നാരദൻ്റെ ഉപദേശം സ്വീകരിച്ച് അവർ വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാലും അങ്ങനെ ജയദേവനും പത്മാവതിയെപ്പോലെ അവർ രണ്ടുപേരും എങ്ങനെ ഒന്നിച്ച് ഗൃഹസ്ഥാശ്രമം നടത്തിയോ അതുപോലെ ഇവർ നടത്തി. ഇതുവരെ കഥ കേട്ട് വിതുരൻ ഇനി എനിക്ക് കേൾക്കാൻ വയ്യ, ഞാൻ പുറപ്പെടുന്നു പറഞ്ഞ് പുറപ്പെടുന്ന സമയത്ത് 2 സാധനം കയ്യിലെടുത്ത് പോയി. പ്രവൃദ്ധഭാവോസ്തൃകലാകുലോ മുനേകേ ദധാരമൂർധ്നാചരണം ഹൃദാഹരേഹേ. ഗുരുചരണത്തെ ശിരസിലും ഹരിചരണത്തെ മനസ്സിലും എടുത്ത് അദ്ദേഹം പുറപ്പെട്ടു. ഹൃദയത്തിലും എടുത്ത് പുറപ്പെട്ടു. ഇങ്ങനെ വിതുരമൈത്രേയ സംവാദം 4ാമത്തെ സ്കന്ധം കേൾക്കുന്നവർക്ക് ആയുർ ധനം യശസ്വസ്തി ഗതിം ഐശ്വര്യമാപ്നുയാത്. ഇടയ്ക്ക് ഇങ്ങനെ ഫലശ്രുതിയൊക്കെ പറയുന്നുണ്ട്. എന്താ കാരണം? ഭാഗം കേട്ടാൽ മുക്തി കിട്ടും എന്ന് വെറുതെ പറഞ്ഞ് നടന്നാൽ ഒരാളും വരില്ലേ. ഇടയ്ക്ക് നായ്ക്ക് ബിസ്ക്കറ്റ് ഇടുന്നത് പോലെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആയുരാരോഗ്യം ഐശ്വര്യം അപവർഗപ്രദോഹരിഹി. അപവർഗപ്രദമാണ് പ്രധാനം. എന്നാൽ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞാലേ ആളുകൾ വരുള്ളൂ, നമ്മളെപ്പോഴും ആളുകൾ. ആയുർ ധനം യശസ്വസ്തി. സാധാരണ രാജാക്കളുടെ കഥ പറഞ്ഞാൽ ഇതൊക്കെ കിട്ടില്ലേ? രാജ്ഞാം ഹരിയർപ്പിതാത്മനാം. ഇവിടെ പറഞ്ഞ രാജാക്കൾ ധ്രുവനോ പൃഥുചക്രവർത്തിയോ ഭഗവാനിൽ മനസ്സിൽ കൊടുത്തവരാണ്. അങ്ങനെ ഹരിയർപ്പിതമായ ഈ ഭക്തന്മാരായ രാജാക്കളുടെ കഥ കേൾക്കുമ്പോൾ സാധാരണ ഹിസ്റ്ററിയിൽ പാഠപുസ്തകത്തിലുള്ള രാജാക്കളുടെ കഥ പറഞ്ഞാൽ ഇതൊക്കെ ഒന്നും കിട്ടില്ലേ. അത് സാധാരണ രാജാക്കളുടെ കഥയാണ്. ഇങ്ങനെയുള്ള ഹരിയർപ്പിതമായ ഭക്തന്മാരായ രാജാക്കളുടെ കഥ കേൾക്കുമ്പോഴാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞ് 4ാം സ്കന്ധം സമർപ്പിച്ചു. പിന്നെ 5ാം സ്കന്ധത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ സംശയം. പ്രിയവ്രതോ ഭാഗവതഃ ആത്മാരാമഃ കഥം മുനേ. പ്രിയവ്രതോ ഭാഗവതഃ. പ്രിയവ്രതൻ ഭാഗവതനായിരുന്നു, ആത്മാരാമനായിരുന്നു, കുടുംബത്തിലും ഉണ്ടായിരുന്നു. അത് എങ്ങനെ സംശയം? സ്ഥിതിഗതിവത്ത് വിരോധ എന്നാണ് ആദിശങ്കരാചാര്യൻ പറയുന്നു. ഒന്ന് നിൽക്കണം, ഇല്ലെങ്കിൽ നടക്കാൻ പറ്റും. നിന്ന് നടക്കാൻ പറ്റില്ല. ഇപ്പോൾ അതങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, അങ്ങനെ കാല് വെച്ചാൽ മതി. അതുപോലെ അല്ലേ ഒന്ന് കിഴക്കോട്ട് പോയാൽ പടിഞ്ഞാറോട്ട് പോകാൻ പറ്റില്ലേ. പടിഞ്ഞാറോട്ട് പോയാൽ ഇപ്പോൾ ഉള്ള സമയം 1 മണിക്കൂർ നമ്മൾ മൊബൈൽ നോക്കിയിരുന്നാലോ വീട്ടിൽ സീരിയൽ നോക്കിയിരുന്നാലോ പ്രഭാഷണം കേൾക്കാൻ പറ്റില്ലേ. ഇവിടെ ഇരുന്നാൽ മൊബൈൽ നോക്കാൻ പറ്റില്ല. ചില ആളുകൾ ഇടയ്ക്ക് മൊബൈൽ നോക്കും പ്രഭാഷണം കേൾക്കാൻ വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി ഇപ്പോൾ. പക്ഷേ അത് എന്തെങ്കിലും ഒന്നേ ശ്രദ്ധിക്കാൻ പറ്റുന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു പ്രമാണ ശ്ലോകം തപ്പാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ പ്രഭാഷണം പോയി. അപ്പോൾ എന്തായി? ഒരുമിച്ച് നടക്കില്ല. അതാണ് പരീക്ഷത്തിൻ്റെ സംശയം. ആത്മാരാമനായും ഗൃഹസ്ഥാശ്രമത്തിലും എങ്ങനെയായിരുന്നു ഈ പ്രിയവ്രതൻ ചോദിച്ചപ്പോഴാണ് ബാഠമുക്തം. ബാഠം പറഞ്ഞു. ബാഠം പറഞ്ഞാൽ ഇവിടെ ഗുരുനാഥൻ പറയും അർദ്ധ അംഗീകാരം, പകുതി ശരിയാണെന്ന് പറയും. ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിത ചേതസോ ഭാഗവത പരമഹംസദൈത കഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേന ഹിൻവന്തി. പറഞ്ഞത് ശരിയാണ്. ചില മഹാത്മാക്കൾ ഗുരുനാഥൻ്റെ ആജ്ഞ അനുസരിച്ചോ അല്ലെങ്കിൽ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഇങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരാറുണ്ട്. അതുപോലെയാണ് പ്രിയവ്രതൻ വന്നു.
പ്രിയവ്രതൻ നല്ല പേരാണ്. പ്രിയവ്രതൻ പറഞ്ഞാൽ അർത്ഥം എല്ലാവരോടും പ്രിയമായി സംസാരിക്കുന്ന വ്രതം എടുത്ത ആളാണ്. നമ്മളൊക്കെ ഏകാശി വ്രതം, ഷഷ്ഠി വ്രതം, ശിവരാത്രി വ്രതമൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അന്ന് എല്ലാവരെയും ശുണ്ഠി എടുക്കും. എന്താ കാരണം? വ്രതം ഇരിക്കും പോലെ പട്ടിണി കിടക്കില്ലേ, പട്ടിണി കിടക്കും പോലെ ശുണ്ഠി ഉണ്ടാവും. ഇവിടെ നമ്മൾ വേറെ വ്രതം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടത് പ്രിയവ്രതമാണ് വേണ്ടത്. അങ്ങനെ പ്രിയനായ ഭഗവാനിൽ വ്രതം, ഭഗവാനെ എപ്പോഴും ധ്യാനിച്ചിരിക്കുന്ന ആളാണെന്ന് അർത്ഥം. ആ പ്രിയവ്രതൻ നാരദനിൽ നിന്നും ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ. ഇവിടെ പറയുന്നു ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ. ബ്രഹ്മസത്രം പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭാഗവതം എന്നർത്ഥം. തമിഴ്നാട്ടിൽ സങ്കല്പം ചെയ്യുമ്പോൾ ഭാഗവതം ഓരോ കർമ്മത്തിന് സങ്കല്പം ചെയ്യാറുണ്ടല്ലോ. ബ്രഹ്മസത്രാഖ്യ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം കരിഷ്യേ, അങ്ങനെ സങ്കല്പം ചെയ്യുള്ളൂ. ഇപ്പോൾ ബ്രഹ്മസത്രം പറഞ്ഞാൽ ഭാഗവത ഉപദേശമാണ്. അങ്ങനെ ഒരു ഉപദേശം, ഭാഗവതോപദേശം എപ്പോഴും വേണ്ടത് തന്നെയാണ്. എന്നാലും ഇത് പ്രത്യേകം ഇതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കാൻ വേണ്ടി ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ. അങ്ങനെ പുറപ്പെടുന്ന സമയത്താണ് മനു ബ്രഹ്മാവോട് വിഷയമറിയിച്ചു, എൻ്റെ മകൻ സന്യാസത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നല്ലതല്ലേ, ഒരു കുട്ടി സന്യാസത്തിന് പോയാൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും നന്മ കിട്ടും. അപ്പോഴാണ് മനു പറഞ്ഞു, എൻ്റെ പയ്യൻ്റെ പുത്രൻ്റെ കീഴിൽ കുടുംബത്തിൻ്റെ ഭാരം ഏൽപ്പിച്ച് ഞാൻ സന്യസിക്കേണ്ട വയസ്സായില്ലേ, ഞാൻ പോകണ്ടേ? അതും ശരിയാണ് പറഞ്ഞ് ബ്രഹ്മാവ് നേരിട്ട് വന്നു. സതത്ര തത്ര ഗഗനതലേ ഉടുപതിരിവ വിമാനാവളിവി രണ്ടുപഥം അമരപരവൃഢീരഭിഭൂച്യമാണ പതിപതി ച വരൂത സിദ്ധഗന്ധർവ സാധ്യചാരണ മുണികനൈർവകീയമാണോ ഗന്ധമാദനദ്രോണിം അവഭാസയൻ ഉപസസർപ്പ. അങ്ങനെ ബ്രഹ്മാവ് അഷ്ടദിക്പാലകന്മാരോടൊപ്പം വന്നു. ഇവിടെ ബ്രഹ്മാവ് ഉപദേശിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഉപദേശിക്കുമ്പോൾ തന്നെ പ്രിയമായിട്ട് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ചിരിച്ചു കണ്ടു ഉപദേശമാണ്. സദയഹാസാവലോക ഇതിഹോവാച. സാധാരണ ബ്രഹ്മാവ് പറയുന്ന സ്ഥലത്ത് ഭാഗവതത്തിൽ ബ്രഹ്മോവാചവേ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഭഗവാനുവാച്ചാണ് എഴുതിയിരിക്കുന്നു. പഞ്ചമസ്കന്ധം മുതൽ അധ്യായത്തിൽ ശ്രീ ഭഗവാനുവാച എഴുതിയിരിക്കുന്നു. പക്ഷേ ഉപദേശിക്കുന്നത് ബ്രഹ്മാവാണ്. നിബോതാത ഇതമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവഃ തേ തതഃ ഏഷ മഹർഷി വഹാമ സർവേ വിവശായസ്യ ദിഷ്ടം. നിബോധതാത ഇതം ഋതം ബ്രവീമി. ഋതം പറഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കുന്ന സത്യമാണ് ഋതം. പുറത്ത് പറയുന്നതാണ് സത്യം. ചില ആളുകൾ പുറത്ത് ഒന്ന് പറയും, മനസ്സിൽ വേറെ വിചാരിക്കും. നിങ്ങൾ വന്നത് വളരെ സന്തോഷമാണ് പറയും. വെറും പിന്നെ മനസ്സിൽ വിചാരിക്കും, വന്നു പോയല്ലോ സീരിയൽ സമയത്ത്, വേഗം പോയാൽ കൊള്ളാം. അങ്ങനെ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ ഇല്ല. ഋതം ബ്രവീമി, ഞാൻ പറയുന്നത് ഉള്ളിൽ നിന്ന് പറയുന്നു. എന്നോട് അസൂയ തോന്നരുത്. എന്നോട് അസൂയ തോന്നിയാൽ എന്താ അർത്ഥം? മാ അസൂയിത്തും ദേവമർഹസി. നിനക്ക് ഉപദേശിക്കുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ്. മാ അസൂയിത്തും ദേവമർഹസി അപ്രമേയം. ഒരാളും സ്വതന്ത്രൻ ഇല്ലേ. വയം പറഞ്ഞാൽ ഇവർ ബ്രഹ്മാവ് ഒരാളായാലും 4 തലം ഉണ്ടല്ലോ, അതുകൊണ്ട് വയം പറയാം. ഇത് പൂജ്യ ബഹുവചനം പറയും. വയം ഭവഃ, ബ്രഹ്മാവായിക്കോട്ടെ ശിവനായിക്കോട്ടെ, തേ തതഃ, നിന്നെ കുടുംബസ്ഥനാക്കാൻ തീരുമാനിച്ച് നിൻ്റെ അച്ഛനായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏഷ മഹർഷിക്ക്, നിനക്ക് സന്യാസം കൊടുക്കാൻ വന്ന ഈ ദേവഋഷി നാരദനായിക്കോട്ടെ, ഒരാളും സ്വതന്ത്രരില്ലേ. വഹാമ സർവേ വിവശായസ്യദിഷ്ടം. എല്ലാവരും ആ ഭഗവാന്റെ സങ്കല്പപ്രകാരമേ കാര്യം ചെയ്യുള്ളൂ. ആ ഭഗവാന്റെ സങ്കല്പം നമ്മളെ കൊണ്ട് മാറ്റാൻ വയ്യ. നതസ്യ കശ്ചിത് തപസാ വിദ്യയാവ ന യോഗവീര്യേന മനീഷയാവ നൈവാർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഹന്തും തനുഭൃത് വിഭൂയാത്. നമ്മുടെ തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ യോഗവീര്യം കൊണ്ടോ മനീഷയാവ ബുദ്ധിശക്തി കൊണ്ടോ നൈവ അർത്ഥധർമ്മി, യമൻ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് 1 ലക്ഷം തരാം, നാളെ എന്നെ കൊണ്ടുപോയാൽ മതി പറഞ്ഞാൽ അങ്ങനെ ഇല്ലേ. കൃത്യസമയത്തിൽ കാപ്പി കുടിക്കാൻ എടുക്കാൻ കയ്യിലെടുത്തു കുടിച്ചിട്ടില്ലേ പറയും. ചില ആളുകൾ ഒരു പ്രാവശ്യം ഒരു മടക്കം ഇങ്ങനെ കുടിക്കും. പിന്നെ 2ാമത്തെ തവണ പകുതി കുടിക്കാൻ വിചാരിക്കുമ്പോൾ തന്നെ പോയി പറയും. കൃത്യസമയമാണ് അവർക്ക്. അപ്പോൾ പൈസ കൊടുത്തിട്ട് കുറച്ച് നീട്ടാൻ പറ്റില്ലേ. അർത്ഥധർമ്മൈഹി പരതഃ, അടുത്തവരുടെ ശിപാർശ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ ഭഗവാന്റെ സങ്കല്പം. വ്യാസനക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, ഒരു ദാസൻ.
അവൻ്റെ ജാതകം നോക്കിയപ്പോൾ വ്യാസനക്ക് തോന്നി ഇയാൾക്ക് 16 വയസ്സേ ഉള്ളൂ, ഈ ആളുടെ ജാതകം നീട്ടിയാൽ കൊള്ളാം തോന്നി. തൻ്റെ ദാസനെയും വിളിച്ചുകൊണ്ട് വ്യാസൻ മൃത്യുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇത് എൻ്റെ ശിഷ്യൻ്റെ ആയുസ് വളരെ കമ്മിയായിരിക്കുന്നു, ജാതകം നോക്കിയപ്പോൾ അത് നീട്ടാൻ പറ്റുമോ? മൃത്യു പറഞ്ഞു, എൻ്റെ കയ്യിലില്ലേ, എനിക്ക് മുകളിൽ വേറെ ആളുണ്ട്, കാലനോട് പറഞ്ഞാൽ ശരിയാക്കാം. ഉടനെ കാലൻ്റെ അടുത്ത് ചെന്നു ഈ മൃത്യുവും വ്യാസനും ദാസനും. കാലൻ പറഞ്ഞു, എൻ്റെ കയ്യിലില്ലേ, എൻ്റെ മുകളിൽ വേറെ യമൻ ഒരാളുണ്ട്, അയാൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. യമൻ പറഞ്ഞു, എൻ്റെ കയ്യിലും ഇല്ലേ. ഇവിടെ ഒരു മുറിയിൽ എല്ലാവർക്കും ഒരു ഓല വച്ചിട്ടുണ്ട്, അതിൽ അവരുടെ കർമ്മം എന്താണ്, അവരുടെ താമസം എവിടെയാണ്, എത്ര ദിവസം ജീവിക്കും, എപ്പോൾ മരണം, എവിടെയാണ്, ഇതൊക്കെ അതിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ഓല വായിക്കാം. ആ ഓലയിൽ ഈ ശിഷ്യൻ്റെ ആയുസ് നീട്ടാൻ പറ്റും അവിടെ എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നീട്ടാം. ശരി പറഞ്ഞ് എല്ലാവരും അവിടെ ചെന്നു. അവൻ്റെ ഓല എടുത്ത് വായിച്ചു. ഇക്കാലത്ത് പറയണമെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ മുറിയുണ്ട്. ആ മുറിയിൽ പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ എല്ലാവർക്കും ഒരു ഫയൽ വെച്ചിട്ടുണ്ട്. ആ ദാസൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടെ ഒരു ശ്ലോകം, യഥാ ദാസശ്ച വ്യാസശ്ച കാലോ മൃത്യുസ്തഥാ യമഃ ഭവിതവ്യഗൃഹം യാന്തി തഥാ ദാസോ മരിഷ്യതി. ഈ മുറിയിൽ എപ്പോഴാണ് വ്യാസൻ, ദാസൻ, കാലൻ, മൃത്യു യമൻ ഒന്നിച്ച് ചേരുമോ അപ്പോൾ ദാസൻ മരിക്കും. ആ ശ്ലോകം വായിച്ച് നോക്കുമ്പോൾ കുഴഞ്ഞ് വീണു ശിഷ്യൻ. ശിഷ്യൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടി പുറപ്പെട്ടതാണ്. നതസ്യ കശ്ചിത് തപസാ വിദ്യയാവാ നയോഗവീര്യേന മനീഷയാവാ. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ, ഇത് എല്ലാവരും ഈ മുറിയിൽ എല്ലാവരും ഒന്നിച്ച് ചേരുമ്പോഴാണ് അയാൾ പോകണമെന്ന് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉദാഹരണം വരച്ച് പറയാം നമുക്ക്. അപ്പോൾ ഭഗവാന്റെ സങ്കല്പം നമുക്ക് മാറ്റാൻ വയ്യ. നീ ഗൃഹസ്ഥാശ്രമത്തിൽ പോയാൽ അത് ബന്ധനമാവും വിചാരിക്കരുത്. കാരണം എവിടെ പോയാലും യതസ്സാസ്തേ സഹഷട്ട് സപത്നഃ, നമ്മുടെ ഒപ്പം 6 ശത്രുക്കൾ ഇപ്പോഴും ഉണ്ട്. ജിതേന്ദ്രിയസ്യ, ഈ 6 ശത്രുക്കളെ ജയിച്ചവർക്ക് ഗൃഹാശ്രമക്കെന്നുകരോത്യവദ്യം, ഗൃഹാശ്രമം എന്തു ചെയ്യും? മനോനിയന്ത്രണമാണ് പ്രധാനം. മനോനിയന്ത്രണം ഉള്ളവർ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാലും കുഴപ്പമില്ലേ, മനോനിയന്ത്രണം വിട്ടവർ സന്യാസിയായി പോയാലും ബുദ്ധിമുട്ടാണ്. ഈ 6 ശത്രുക്കളെ ജയിക്കാൻ എന്താണ് വഴി, എളുപ്പ വഴി? അതിന് എളുപ്പ വഴി പത്മനാഭൻ്റെ ശരണം പിടിച്ചാൽ മതി. ത്വന്തു അബ്ജനാഭാംഗ്രി സരോജകോശ ദുർഗാശ്രിതോ നിർജിത ഷട്സപത്നഃ ഭുങ്ക്ഷ്വേഹഭോഗാൻ പുരുഷാതിദിഷ്ടാൻ വിമുക്ത സംഗഃ പ്രകൃതിം ഭജസ്വ. ത്വന്തു അബ്ജനാഭ അംഘ്രി സരോജകോശ. അടുത്ത ശത്രുക്കളെ അടിക്കണമെങ്കിൽ ആദ്യം ഇവർ ഒരു കോട്ടൻ്റെ ഒരു മരത്തിൻ്റെ ചോട്ടിലോ പാറയുടെ പുറകിലോ അവർ സൂക്ഷിച്ച് ഇരുന്നിട്ടേ പിന്നെ ശത്രുക്കളെ അറ്റാക്ക് ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ ഈ കാമക്രോധ ശത്രുക്കളെ ജയിക്കണമെങ്കിൽ ആദ്യം പത്മനാഭൻ്റെ കാല് പിടിച്ചാൽ മതി, ആ പത്മനാഭസ്വാമിയുടെ നാമം ജപിച്ചാൽ മതി. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം പ്രഭോ. പത്മനാഭ പാഹി മാം പ്രഭോ. പത്മനാഭ പാഹി മാം. ഈ ശത്രുക്കളെ ജയിക്കാൻ പത്മനാഭൻ്റെ കാല് പിടിക്കണം. ഇപ്പോൾ എല്ലാവരും അങ്ങനെ അവിടെ വരില്ലേ, പുറകിൽ എന്താ മുറി എന്തെങ്കിലും കിട്ടുമോ? പത്മനാഭൻ്റെ പുറകെ 2-3 മുറി വെച്ചിട്ടുണ്ടല്ലോ, അതേ കൊണ്ട് തുറന്ന് കിട്ടിയാൽ കൊള്ളാൻ വിചാരിച്ചിട്ടാണ് നിറച്ച ആളുകൾ അവിടെ പറഞ്ഞു. അത് നമുക്ക് ആവശ്യമില്ല, അത് സ്വയം നമുക്ക് വേണ്ടത് വന്നോളും. പ്രധാനം ഈ ശത്രുക്കളെ ജയിക്കാൻ, കാമക്രോധ ശത്രുക്കളെ ജയിക്കാൻ പത്മനാഭൻ്റെ കാല് പിടിച്ചോളൂ എന്ന് ഉപദേശിച്ചു. പിന്നെ പ്രിയവ്രതൻ വിവാഹം കഴിച്ചു. വിവാഹം വേണ്ടാൻ പറയുന്നത് മിനിമം 2 വിവാഹം കഴിക്കുന്നു. ഇവിടെ 2 പേരെ വിവാഹം കഴിച്ചു. കുട്ടികളൊക്കെ ഉണ്ടായ ശേഷം വീണ്ടും നാരദസ്യ ചരണോപസേവയ, വീണ്ടും നാരദനെ ആശ്രയിച്ചു. നാരദസ്യ പദവീം പുനരേവ അനുസസാര. അങ്ങനെ പ്രിയവ്രതൻ്റെ കഥ സമർപ്പിച്ചു. പ്രിയവ്രതൻ്റെ ജ്യേഷ്ഠപുത്രനാണ് അഗ്നിധ്രൻ. സച കഥാചിത് പിതൃലോകകാമഃ. പിതൃലോകം പോകണം ആഗ്രഹിച്ചു. പിതൃലോകം പറഞ്ഞാൽ ചന്ദ്രലോകം, സ്വർഗമാണ്. അപ്പോൾ പിതൃലോകം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. പിതൃലോകം പോകണം വിചാരിച്ച് ഇയാൾ തപസ് ചെയ്യാൻ പോയപ്പോഴാണ്
ദേവന്മാർ ഒക്കെ ബ്രഹ്മാവോട് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഇങ്ങനെ ഈ കുടുംബത്തിൽ ഓരോരാളെ തപസ് പോകുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ആവശ്യമില്ലേ? ഇങ്ങനെ നോക്കി തൻ്റെ 8 തൃക്കണ്ണുകൾ കൊണ്ട് നോക്കി ബ്രഹ്മാവ്. ഇയാൾ ഒറ്റയ്ക്ക് പോയത് കണ്ടപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ, അപ്സരസ്ത്രീ നൃത്തം വയ്ക്കുന്നു. ആ അപ്സരസ്ത്രീയോട് പറഞ്ഞു, ഇവിടെ വയ്ക്കേണ്ട, അവിടെ പോയി ചെയ്തോളൂ പറഞ്ഞു. എന്താ കാരണം? ബ്രഹ്മലോകത്തിൽ ഈ ഡാൻസൊക്കെ ആവശ്യമില്ല. ബ്രഹ്മലോകം പറഞ്ഞാൽ യഥാർത്ഥം അവിടെ എല്ലാവരും നാമം ജപിച്ചുകൊണ്ട് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാണ്. ഈ ബ്രഹ്മലോകത്തിൽ ഈ ഡാൻസ് പാട്ടൊന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാ ഈ അപ്സര സ്ത്രീകളൊക്കെ അവിടെ വരാൻ കാരണം? അത് ചില ആളുകൾ അറിയാതെ ഒരു വലിയ പുണ്യം ചെയ്ത് അങ്ങോട്ട് വരണം. കന്യകാദാനാഖ്യ മഹാദാനം കൃഷി. വേദം പഠിച്ച ഒരു ബ്രാഹ്മണർക്ക് കന്യകാദാനം ചെയ്തവർക്ക് ദശാനാം പൂർവേഷാം ദശാനാം പരേഷാം ആത്മനശ്ച ഏകവിംശതികുല ഉത്താരണദ്വാര കന്യകാദാനാഖ്യ മഹാദാനം കൃഷ്യേ. കന്യകാദാനത്തിന് സങ്കല്പം. അപ്പോൾ ഇങ്ങനെ വിശേഷ പുണ്യം ചെയ്ത് ബ്രഹ്മലോകത്തിൽ എത്തുന്നവർ ഇവിടെയെങ്കിലും ഡാൻസ് പാട്ട് കിട്ടുപോകുന്നു അന്വേഷിച്ച് വരുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ചില സ്ത്രീകൾ അവിടെ നൃത്തം വയ്ക്കുന്നവർ. ശരിക്കും പൂർവ്വചിത്തി പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പൂർവ്വചിത്തമാണ്. നമ്മൾ സത്കർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമ്മുടെ പൂർവ്വജന്മ പ്രാരബ്ധം ഇങ്ങനെ പൊന്തും. നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ അതൊക്കെ ഇടയ്ക്ക് തടസ്സം ഉണ്ടാകും. ആ പൂർവ്വചിത്തമാണ് ഇവിടെ പൂർവ്വചിത്തിയായി വർണ്ണിക്കുന്നു. ഈ പൂർവ്വചിത്തിയെ വരാൻ എന്താ കാരണം? ഈ പൂർവ്വചിത്തിയെ പറഞ്ഞു വിട്ടിട്ടില്ലേ പ്രിയവ്രതനക്ക്. എന്താ കാരണം? പ്രിയവ്രതൻ നാരദസ്യ ചരണോപസേവയ, ഗുരുനാഥനെ ആശ്രയിച്ച് പോയി. ഗുരുനാഥൻ ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി. ഗുരുനാഥൻ ഇല്ലാതെ പോയവർക്ക് പ്രാരബ്ധം പിടികൂടും. ഗുരുനാഥൻ ഉണ്ടെങ്കിൽ ആ പ്രാരബ്ധം മാറ്റി നമ്മൾ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഏത് കർമ്മത്തിന് പോയാലും ഗുരുനാഥനെ ആശ്രയിച്ച് വേണം അവിടെ കാണിക്കിത്തരണു. അങ്ങനെ ആഗ്നീധൻ തപസ് ചെയ്ത സമയത്തിൽ ഈ പൂർവ്വചിത്തി നൃത്തം വച്ചു. തസ്യാഹ സുലളിത, ആ നൃത്തം വയ്ക്കുന്ന പോലെയാണ് ഗദ്യം. തസ്യാഹ സുലളിത ഗമന പദവിന്യാസ ഗതിവിലാസായാശ്ചാനുപതം ഖനകനായമാന രുച ചരണാഭരണസ്മന ഉപാകരണ്യ നരദേവകുമാര സമാധിയോഗേന ആമീൽത്ത നയന നളിന മുകുല യുകുല മീഷത്വികചയ്യ വിചഷ്ട താമേവ വിദൂരേ സുമനസീം മധുകരീമവൈ സുമനസോപജിഗ്രന്ഥീം ജിവിജ മണുജ മനോണേനാക്ലാദുഗീർഗതി വികാര വ്രീഡാ വിനയാവലോക സുസ്വരാക്ഷരാവേവരൈർ മനസിനാം കുസുമായുധസ്യ വിദധതീം വിവരം നിജമുഖ വിഗലിതാമൃതാസവ സകാസ ഭാഷണാമോദ മദാന്ത മധുകര നികരോപരോധേന ദ്രുതപദ വിന്യാസേന വൽകുസ്പന്ദന സ്തന കലസകപര ഭാരരത്നാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപണീതോ ജഡവതിഥി ഹോവാച ഈഷദ്വികചയ്യ വിചഷ്ട. പതുക്കെ ലേശം കണ്ണു തുറന്നു നോക്കി. ലേശം ഇങ്ങനെ ആ സ്ത്രീ ഡാൻസ് നോക്കിയവർ ആൾക്ക് തന്നെ ഇങ്ങനെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഡാൻസ് നോക്കിയവർ ഇടിപ്പെട്ടിയിൽ അവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ആ പൂർവ്വചിത്തിയെ വിവാഹം കഴിച്ചു. 9 അവർ പറഞ്ഞു, തർത്തും മയാസഹ, ഇവിടെ പറയുന്നു എൻ്റെ ഒപ്പം തപസ് ചെയ്യോ. ചർത്തും തപോർഹസി മയാസഹ മിത്രമഹ്യം. തപസ് ചെയ്യാൻ ഓരോ ആളെ പോവാവൂ. വേദം പഠിക്കാൻ 2 ആൾ പോകണം. പഠിക്കാൻ പോകുമ്പോൾ 2 ആൾ വേണം മിനിമം. എന്താ കാരണം? സംശയം വന്നാൽ ചോദിക്കേണ്ടേ. ഏകസ്തപഃ ദ്വിരധ്യായി എന്നാണ് പ്രമാണം. തപസ്സിന് ഒറ്റയ്ക്കേ പോവാവൂ. തപസ്സിന് ഒറ്റയ്ക്ക് പോകാവൂ. പോയാൽ 2 പേർ പോയാലും 2 പുരുഷന്മാരേ പോകാവൂ. ഇവിടെ ഒരു സ്ത്രീയും പുരുഷനും തപസ്സിന് പോയാൽ എന്തായി? ഫലം 9 കുട്ടികൾ ഫലനായി കിട്ടി. അതാണ് ഇവിടെ തപസ്സിൻ്റെ ഫലമായി കിട്ടി. എന്താ അർത്ഥം? വിവാഹം ചെയ്തു, കുട്ടികളൊക്കെ ഉണ്ടായി. അവരുടെ ജ്യേഷ്ഠപുത്രനാണ് നാഭി മഹാരാജാവ്. പൂർവ്വചിത്തി ബ്രഹ്മലോകം ചെന്നപ്പോൾ ഈ ആഗ്നീധരണം തപസ് ചെയ്ത് വീണ്ടും ബ്രഹ്മലോകം തന്നെ ചെന്നു. ഈ കുടുംബത്തിൽ ഒരാൾ മാത്രം ഇങ്ങനെ പൂർവ്വചിത്തി ലോകത്തിലേക്ക് ചെന്നു. ബാക്കി എല്ലാവരും ഭഗവാന്റെ പാദത്തിലെത്തി. ഈ നാഭി മഹാരാജാവ് പുത്രകാമേഷ്ടിയകം ചെയ്യുമ്പോൾ നിറച്ചും ഭാഗവതന്മാർ വന്നു. സാധാരണ യാഗത്തിന് ഭഗവാൻ വരാറില്ലേ? ഇവിടെ യാഗം ചെയ്യുമ്പോൾ ഭാഗവതന്മാരായതുകൊണ്ട് ഇവിടെ സുഖാചരൻ എടുത്തു പറയുന്നു, ഭാഗവത വാത്സല്യതയാ സുപ്രതീക ആത്മാനമപരാജിതം. ഭാഗവത വാത്സല്യം കൊണ്ട് ദർശനം കൊടുത്തു. സുഖാചരൻ എപ്പോഴും 2 കൈയുള്ള കൃഷ്ണനെ ധ്യാനിച്ചത് കൊണ്ടാണ് ആവിഷ്കൃത ഭുജയുഗളം അങ്ങനെ തുടങ്ങി. പിന്നെ കണ്ടപ്പോഴാണ് 4 കൈ ഭുജയുഗളദ്വയം, പിന്നെ 2 കൂടി ചേർത്തു. ആവിഷ്കൃത ഭുജയുഗളദ്വയം. അങ്ങനെ 4 തൃക്കൈകളോട് ഭഗവാൻ ദർശനം കൊടുത്തു. ഇവർ ഗംഭീര സ്തുതി ചെയ്തു. വന്നവർ ഭാഗവതനെ എങ്ങനെ മനസ്സിലായി? അവരുടെ പ്രാർത്ഥന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്താ പ്രാർത്ഥന? അഥ കഥഞ്ചിത് സ്ഖലന ക്ഷുത്പതന ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം ന സ്മരണായ ജ്വരമരണദശായാമപി സകലകസ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു.
എപ്പോഴും ഞങ്ങളുടെ നാവിൽ നാമം ജപിക്കാൻ തോന്നണേന്ന് പ്രാർത്ഥിച്ചു. അത് തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് ഭഗവാനോട് ചോദിച്ചാലേ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സങ്കടം വരുമ്പോൾ അയ്യോ പിന്നെ അമ്മേ അങ്ങനെ പറയുള്ളൂ. ആദ്യം പറയുന്നത് അയ്യോ ആണ്, പിന്നെ അമ്മയും ഭഗവതി അമ്മയില്ലേ അങ്ങനെ ശീലിച്ചു പോയി അമ്മേ ഇങ്ങനെ പറയൂ. പക്ഷേ ഏത് സമയത്തിലും കൃഷ്ണ ക്ഷുത് പതന്ന ജൃംഭണ ദുരവസ്ഥനാശു കോട്ടായിടുന്ന സമയത്തിലും ആണ് പറയാതെ രാമാ കൃഷ്ണ, തുമ്മുന്ന സമയത്തിലും എന്ന് പറയാതെ കൃഷ്ണ എന്ന് പറയണം. ഇങ്ങനെ നമ്മൾ ഏത് സമയത്തിലും ജൃംഭണ ദുരവസ്ഥ ജ്വര മരണദശായാമപ്പി ഏത് സമയത്തിലും നാമം ജപിക്കാൻ നമുക്ക് അഭ്യാസം ഉണ്ടാവണം. അഭ്യാസം ഉണ്ടായാൽ പിന്നെ അങ്ങനെ വന്നോളും. അതിന് കുറച്ച് പരിശ്രമിക്കണം, അത്രയേ വേണ്ടൂ. അങ്ങനെ എപ്പോഴും നാമം ജപിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഭഗവാൻ പുറപ്പെടുന്ന സമയത്താണ് കിഞ്ച കുറച്ചുകൂടി ഉണ്ട്. എന്താ അയം രാജരിരപത്യകാമഹ, ഈ നാഭി മഹാരാജാവിന് പുത്രഭാഗ്യം വേണം. എങ്ങനെയുള്ള പുത്രഭാഗ്യം? പ്രജാം ഭവാദൃശീം ആശാശാണഹ, നിങ്ങളെ പോലെ ഒരു പുത്രനെ കൊടുക്കണം. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ തലച്ചൊടിച്ചു, എന്നെപ്പോലെ പുത്രൻ ലോകത്തിലില്ലല്ലോ, അപ്പം ഞാൻ തന്നെ അവതരിക്കാം. കൈവല്യാത് അഥാപി, ഞാൻ ഒറ്റ ആളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ അവതരിച്ചേക്കാൻ പറഞ്ഞു. ഭഗവാൻ അവതാരം ചെയ്തു. അവതാരം ചെയ്യുന്ന സമയത്താണ് പുത്രനെ ജനിക്കാൻ പറയുമ്പോൾ അവിടെ മേരുദേവി നാഭി മഹാരാജാവിൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ പറയുന്നുണ്ട്, പക്ഷേ കണ്ടപ്പോൾ ചെറിയ ഉണ്ടിയെ പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കി ആസ്വദിക്കുമ്പോഴാണ് ഭഗവാൻ മേരുദേവ്യാപതിമഭിധായ അന്തർദധേ, മേരുദേവിൻ്റെ പതിയെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞതിനർത്ഥം അമ്മയെ നോക്കി, അമ്മേ നിൻ്റെ പുത്രനെ വരാൻ പോകുന്നു പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. ഒരു നല്ല മുഹൂർത്തത്തിൽ അവതാരം ചെയ്തു. എല്ലാവിധത്തിലും ശ്രേഷ്ഠനായി ആയതുകൊണ്ടാണ് ഋഷഭൻ എന്ന പേര് ഇവിടെ പറയുന്നു. തസ്യഹവായിത്തം വർഷ്മണ വരീയസാ ബൃഹശ്രൗകേന ചൗജസാ ബലേന സ്ത്രീയാ യശസാ വീര്യശൗര്യാഭ്യാം ച പിതാ ഋഷഭൈതി ഇതം നാമ ചകാര. എല്ലാവരും 6 അടി പറഞ്ഞാൽ ദേഹം 7 അടി. പിന്നെ ശരീരത്തിൻ്റെ ആരോഗ്യം വരീയസ ബലേ ഓജസ് ബലസ് യശസ് എല്ലാത്തിലും ശ്രേഷ്ഠനായതുകൊണ്ടാണ് ഋഷഭൻ എന്ന് പേരിട്ടു. പക്ഷേ ഋഷഭനാമത്തിൻ്റെ നിർവചനം പറയുമ്പോൾ ഋഷഭദേവൻ എന്താ പറയുന്നു? പൃഷ്ഠേ കൃതോമേ യഥാ അധർമ്മ ആരാത്ത് അതോഹിമാം ഋഷഭം പ്രാഹുരാര്യാഹ. ഋഷഭദേവൻ പറയുമ്പോൾ എന്താ പറയുന്നു? പൃഷ്ഠേ കൃതോമേ യഥാ അധർമ്മ ആരാത്ത് ഇതം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹിമേ ഹൃദയം എത്ര ധർമ്മ. ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് അധർമ്മത്തെ പിന്നിലാക്കി. അതുകൊണ്ടാണ് ഋഷഭൻ. നമ്മൾ ഋഷഭനാവണമെങ്കിൽ എന്താണ്? ശ്രേഷ്ഠനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ധർമ്മപ്രധാനമായി ഇരുന്നാൽ നമുക്കും ശ്രേഷ്ഠത്വം കിട്ടും എന്ന താല്പര്യം. ഈ ഋഷഭാവതാര സമയത്ത് ഭാരതദേശത്തിൽ മഴയില്ലാതായി. ഋഷഭൻ്റെ അച്ഛൻ വിഷമിക്കുന്ന സമയത്താണ് ഋഷഭദേവൻ. കാരണം മഴയില്ലാതാവാൻ കാരണം എന്താ? ഇന്ദ്രനാണ്. ഇന്ദ്രനക്ക് 2 അറിയത്തുള്ളൂ, മഴ കൂടുതൽ പെയ്യും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാതാക്കും. കൃഷ്ണാവതാരത്തിൽ കൂടുതലാക്കി ഇവിടെ ഒന്നും ഇല്ലാതാക്കി. അപ്പോൾ ഋഷഭദേവൻ ആകാശം നോക്കി കൊണ്ട് പൊട്ടിച്ചിരിച്ചു. ചിരിച്ചപ്പോൾ എന്തായി? മഴ പെയ്തു. മഴ പെയ്തപ്പോഴാണ് ഇന്ദ്രനക്ക് മനസ്സിലായി ഇയാൾ സാധാരണ ഉണ്ണിയില്ലേ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്ദ്രനക്ക് തോന്നി നമ്മുടെ കുട്ടികൾ 2ഉം മോശമായി പോയി. ഇന്ദ്രനക്ക് 2 കുട്ടികളാണ്, ഒന്ന് കാകാസുരൻ ഒന്ന് വാലി. 2 പേരും രാമാപരാധം ചെയ്തവരാണ്. നല്ല മകൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നല്ല മരുമകനെ കൂട്ടുപിടിക്കണം. അപ്പോൾ തൻ്റെ പെൺകുട്ടിയായ ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തു, മരുമകനാക്കി ഭഗവാന്. ഈ ഋഷഭദേവനക്കും ജയന്തിക്കും 100 മക്കളുണ്ടായി. ഇതൊക്കെ യോഗബലം കൊണ്ട് ഉണ്ടാക്കുന്ന സൃഷ്ടിയാണ്. ആ 100 മക്കൾക്കും ഉപദേശം ചെയ്യുന്നു. അതാണ് ഋഷഭഗീത എന്ന് പറയുന്നു മഹാത്മാക്കൾ. 5ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായം. നായം ദേഹോ ദേഹഭാജാം ലോകേ കഷ്ടാൻ കാമാനർഹത്തെ വിഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേത്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഈ മനുഷ്യ ശരീരം ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടിയില്ല. ഇത് ഭൗതിക സുഖം കിട്ടാൻ ഒരു നായയായിട്ടോ പന്നിയായിട്ടോ ജനിച്ചാൽ മതിയായിരുന്നു. അതാ കാരണം എവിടെ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം, എന്ത് വേണമെങ്കിലും ഇരിക്കാം, എവിടെ വേണമെങ്കിലും ഉറങ്ങാം. പിന്നെ പുതിയ ഡ്രസ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നായി ഡ്രസ്സില്ലാതെ പോകുമ്പോൾ വേറെ നായി ക്ഷേം ഒന്നും പറയില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം. ഈ ഭൗതിക സുഖത്തിന് നമുക്ക് ഒരു പന്നിയായോ നായായോ ജനിച്ചാൽ മതിയായിരുന്നു. ഈ മനുഷ്യജന്മം കിട്ടാൻ എന്താ കാരണം? തപോദിവ്യം, തപസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് വിമുക്തിക്ക് വേണ്ടി കിട്ടിയ ശരീരമാണ്. ഈ ശരീരത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയാണ്.
അതിന് എന്ത് ചെയ്യണം? മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേഹേ തമോദ്വാരം യോഷിതാം സംഗിസംഗം. മഹാത്മാക്കളെ ആശ്രയിക്കണം. യോഷിത് സംഘം ഇവിടെ പറഞ്ഞിട്ടില്ല, യോഷിതാം സംഗിസംഗം. അങ്ങനെ എപ്പോഴും സ്ത്രീയെക്കുറിച്ചും പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരുടെ കൂട്ടുകെട്ട് പാടില്ല. മഹാന്കളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സമചിത്ത പ്രശാന്താഹ, എല്ലാവിധത്തിലും സമമായിരിക്കുന്നവർ. സ്തോത്രം ചെയ്താലും നിന്ദ ചെയ്താലും എല്ലാം തുല്യമാ. സമനിന്ദാ സ്തുതിർ മൗണിഹി സമലോഷ്ടാസ്മ കാഞ്ചന. ഭഗവാൻ ഗീതയിൽ പറഞ്ഞല്ലോ, സമലോഷ്ടാസ്മ കാഞ്ചന, എല്ലാം ഒരേപോലെ കാണുന്നവരാണ് മഹാത്മാക്കൾ. ഇതിന് ഞാൻ ഉദാഹരണം പറയാൻ തുടങ്ങിയാൽ പിന്നെ ഭക്തചരിത്രം മുഴുവനും പറയേണ്ടി വരും. അത്ര ഭക്തന്മാരാണ്. വേദാന്ത ദേശികൻ പേരുള്ള മഹാത്മാവ് എപ്പോഴും നാമം ജപിച്ചിങ്ങനെ ഉഞ്ചവൃത്തിയായി പോകും. അങ്ങനെ നാമം ജപിച്ച് ഭിക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അവമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ചെരുപ്പ് തോരണം കെട്ടി. കാഞ്ചീപുരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പിഞ്ച ചീഞ്ച ചെരുപ്പൊക്കെ എടുത്ത് തോരണമായി കെട്ടി വെച്ചു പോകുന്ന വഴിയിൽ. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ആ വഴി കൂടി പോവേണ്ട, നിങ്ങളെ അവമാനിക്കാൻ വേണ്ടി ചെരുപ്പ് തോരണം വച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയ ഭാഗ്യം, ആ വഴി തന്നെ പോവാം. എന്താ കാരണം? കർമാവലംബകാ കേചിത് കേചിജ്ഞാനാവലംബകാഃ വയന്തു ഹരിദാസാനാം പാദരക്ഷാവലംബകാഃ. കർമാവലംബകാ കേചിത്, ചില ആളുകൾ കർമ്മം ചെയ്ത് ഭഗവാനക്ക് നാരായണായതി സമർപ്പിച്ച് അവർ ഭഗവാനെ പ്രാപിക്കുന്നു. കേച്ചി ജ്ഞാനാവലംബകാഃ, ജ്ഞാനം ആശ്രയിച്ച് ചില ആളുകൾ ഭഗവാനെ പ്രാപിക്കുന്നു. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കർമ്മവും അറിയത്തില്ലേ, ജ്ഞാനവും അറിയത്തില്ലേ. നമ്മളെന്ത് ചെയ്യാം? പാദരക്ഷ, ഹരിദാസാനാം പാദരക്ഷ, ഭക്തന്മാരുടെ പാദരക്ഷ പിടിച്ചാൽ മതി. ഭഗവാനേക്കാൾ ഗുരുനാഥനേക്കാൾ ഗുരു പാതുകയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ഭക്തന്മാരുടെ പാദരക്ഷയില്ലേ, റോട്ടിൽ കിടക്കണപ്പോൾ ചീഞ്ച ചെരുപ്പെടുത്താനും മാല കെട്ടി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഈ കാഞ്ചീപുരം ദിവ്യക്ഷേത്രത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഭക്തന്മാർ തന്നെയാണ്. ഭഗവാനെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഭഗവാൻ അവരെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വഴിക്ക് തന്നെ പോവാൻ പറഞ്ഞു. അതാണ് മഹാത്മാക്കൾ. മഹാന്തസ്തേ സമചിത്താ പ്രശാന്താഃ സമലോഷ്ടാസ്മ കാഞ്ചനാഃ. ഭക്തന്മാരുടെ പേരും എടുത്ത് പറയുന്നുണ്ട് ഭഗവാൻ. കാഞ്ചനമായാലും ലോഷ്ഠമായാലും മണ്ണാങ്കട്ടയും സുവർണത്തെയും ഒരേപോലെ കാണുന്നവരാണ് മഹാത്മാക്കൾ. നാമദേവൻ പേരുള്ള ഭക്തൻ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കും. പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ 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 ഹരി പാണ്ഡുരംഗ പാണ്ഡുരംഗ പാണ്ഡുരംഗ. അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ പാടാൻ ഒരാൾ ഉണ്ടാവില്ലേ? മിക്കവാറും ഒരു ഭാഗവതത്തിൽ ഒപ്പം പാടാൻ വേറൊരാൾ കൂടി ഉണ്ടാവും. അദ്ദേഹത്തിനൊപ്പം പാടുന്ന ഒരു ഭാഗവതരുടെ പേരാണ് സ്പർശ ഭാഗവതർ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് എന്താണെന്ന് അറിഞ്ഞുകൂടാ. സ്പർശ ഭാഗവതർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവുള്ളൂ നമുക്ക്. സ്പർശ ഭാഗവതർ പറഞ്ഞാൽ അദ്ദേഹം അപ്പോൾ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ തമ്പുരാമം സ്പർശിച്ചുകൊണ്ട് പാടും. അദ്ദേഹത്തിന് വളരെ ദാരിദ്ര്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു? വെള്ളിയാഴ്ച വിളക്ക് പൂജ വയ്ക്കുക ചെയ്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു. മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചപ്പോൾ ഭക്തൻ്റെ ഒപ്പം പാടുന്ന ആളല്ലേ, അപ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് സ്പർശക്കല്ല് കിട്ടി. സ്പർശക്കല്ല് കിട്ടിയത് കൊണ്ടാണ് സ്പർശക്കൽ ഭാഗവതർ. അതിന് പകരം നമ്മൾ സ്പർശ ഭാഗവതർ പറയുന്നു. സ്പർശക്കല്ലിൻ്റെ പെരുമ എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്പർശക്കല്ലെടുത്ത് ഇരുമ്പ് കഷ്ണത്തിൽ ഉറച്ചാൽ മതി, അത് ഇരുമ്പ് കഷ്ണം സുവർണമായി തീരും. സ്പർശക്കല്ല് കിട്ടിയ ശേഷം പിന്നെ ആ വീട്ടിലുള്ള ഇരുമ്പൊക്കെ സുവർണമാക്കി പിന്നെ പൂജാമുറിയിലൊക്കെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ മാറ്റി വെച്ച് പിന്നെ സ്പർശകൾക്ക് പ്രാധാന്യ സ്ഥലം കൊടുത്ത് അതിനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഭജനയ്ക്കും നാമജപത്തിനും വന്നിട്ടേ ഇല്ലേ. 2-3 ദിവസങ്ങൾ വരുന്നില്ലല്ലോ വിചാരിക്കുമ്പോഴാണ് സ്പർശഭാഗവതരുടെ ഭാര്യയും നാമദേവൻ്റെ ഭാര്യയും ഒരുമിച്ച് പുഴയിൽ കുളിച്ച് തോച്ച് അവർ വരാറുള്ളൂ. അപ്പോൾ ഈ സ്പർശഭാഗവതരുടെ ഭാര്യ നല്ല പട്ട് വസ്ത്രം ധരിച്ച് ആഭരണമൊക്കെ ധരിച്ച് വരുന്നത് കണ്ടപ്പോൾ നിനക്ക് എങ്ങനെ മണം കിട്ടി? അപ്പോൾ സത്യം പറഞ്ഞു. സ്ത്രീകളോട് അത് പറയല്ലോ, രഹസ്യം വയ്ക്കില്ലേ.
അതുകൊണ്ട് ചെയ്തു, എൻ്റെ ഭർത്താവിന് സ്പർശക്കല്ല് കിട്ടിയിട്ടുണ്ട്, അത് ഒന്ന് ഉറച്ചാൽ മതി, ഇരുമ്പ് കഷ്ണത്തിൽ അത് സുവർണമായി തീരും. അപ്പം നാമദേവൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്, ഒരു ദിവസം ഒന്ന് കൊടുക്കൂ, ഞാൻ 2-3 കഷ്ണം ഒന്ന് ഉറച്ചിട്ട് തിരിച്ച് തരാം. ശരി പറഞ്ഞ് ഇത് ഭർത്താവോട് അറിയേണ്ട, പൂജയ്ക്ക് ഇപ്പോൾ പൂജ ചെയ്യില്ലേ, പിന്നെ അത് എടുത്ത് കൊടുത്തോളൂ, നിർമ്മാണി എടുക്കുമ്പോൾ തന്നെ തിരിച്ച് തന്നോളാം, എന്നാൽ അടുത്ത ദിവസമല്ലേ നിർമ്മാണി എടുക്കുള്ളൂ. അങ്ങനെ സ്പർശക്കല്ല് മേടിച്ച് നാമദേവൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്ന ഇരുമ്പ് കഷ്ണമൊക്കെ നമ്മളുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ എല്ലാം ഇരുമ്പാക്കും, ഈ സുവർണ്ണമാക്കും, മൈക്ക് മുഴുവൻ സുവർണ്ണമാക്കും. അവർ പണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രം സുവർണ്ണമാക്കി, പിന്നെ നല്ല ഭർത്താവിനും കുട്ടികൾക്കും നല്ല പട്ട് വസ്ത്രം, പിന്നെ നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ നാമദേവൻ ചോദിച്ചു, എവിടെ കിട്ടി പണം? അപ്പോൾ സത്യം പറഞ്ഞു, സ്പർശഭാഗവതരുടെ ഭാര്യ കൊടുത്തു സ്പർശക്കല്ല്. അപ്പോഴാണ് മനസ്സിലായി അദ്ദേഹത്തിന്, 2-3 ദിവസമായി ഇവിടെ ഭജനയ്ക്ക് വന്നില്ലേ, കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സ്പർശക്കല്ല് കിട്ടിയത് കൊണ്ട് അദ്ദേഹം നാമജപം നിർത്തിയില്ലേ, എവിടെയാണ് സ്പർശക്കല്ല് ചോദിച്ചു. നാമദേവൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. ഉടനെ സ്പർശക്കല്ല് എടുത്തു, ചന്ദ്രഭാഗ നദിയിൽ പുഴയിൽ വലിച്ചെറിഞ്ഞു. സ്പർശഭാഗവതർ തൻ്റെ ഭാര്യയോട് ചോദിച്ചു, സ്പർശക്കല്ല് എവിടെയും? നാമദേവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നാമദേവൻ ഭ്രാന്തനാണ്, എന്ത് ചെയ്യാൻ കൂടാ, വേഗം പോയി ചോദിച്ച് മേടിച്ചു വരും. അവിടെ ചോദിച്ചപ്പോഴാണ് ചന്ദ്രഭാഗ പുഴയിൽ വലിച്ചെറിഞ്ഞു പോകുന്നത്. സ്പർശഭാഗവതർക്ക് ദേഷ്യം വന്നു, എൻ്റെ സ്പർശകല എനിക്കിപ്പോൾ വേണം, അത് കിട്ടിയാൽ നീ ഭജനയ്ക്ക് നാമജപത്തിന് വരണില്ലേ, അത് വേണ്ട പറഞ്ഞു. ഇല്ല, എനിക്കത് വേണം. വാശി പിടിച്ചപ്പോൾ നാമദേവൻ ചെയ്തു, പുഴയിൽ കുളിച്ച് ഒരു പിടി കല്ലെടുത്തു മുമ്പിൽ വെച്ചു. എല്ലാം സ്പർശക്കല്ലായിരുന്നു. നിൻ്റെ സ്പർശകൾ ഏതാണ് നോക്കിയെടുത്തോളൂ. അപ്പോഴാണ് സ്പർശഭാഗവതർക്ക് മനസ്സിലായി, ഈ നാമദേവൻ കൈകൊണ്ട് സാധാരണ കല്ല് തൊടുമ്പോൾ ആ സാധാരണ കല്ല് പോലും സ്പർശക്കല്ലായി മാറുന്നു. അതാണ് ഗുരുനാഥനുക്കും സ്പർശക്കല്ലുക്കുള്ള വ്യത്യാസം പറയുമ്പോൾ, ദൃഷ്ടാന്തോ നൈവ ദൃഷ്ട ത്രിഭുവന ജഠരേ സദ്ഗുരോർ ജ്ഞാനധാതു സ്പർശശ്ചേത് തത്ര കൽപ്യ. ആദിശങ്കരാചാര്യൻ പറയുന്നു, ഗുരുക്ക് ഒരു ഉദാഹരണം പറയാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ സ്പർശക്കല്ല് ഉദാഹരണം പറയാൻ വിചാരിച്ചു, പക്ഷേ സ്പർശശ്ചേത് തത്ര കൽപ്യ, ആ സ്പർശക്കല്ല് എങ്ങനെ ഇരുമ്പിനെ ഉറച്ചാൽ ഇരുമ്പ് സുവർണമാക്കുന്നുവോ അതുപോലെ ഗുരുനാഥൻ ഇരുമ്പ് പോലെ ഇരിക്കുന്ന ഒരാളെ സുവർണമായി മാറ്റുന്നു പറയാം. പക്ഷേ അത് പറ്റില്ലേ, കാരണം ഗുരുനാഥൻ അങ്ങനെയില്ലേ, ആ ഇരുമ്പിനെ സുവർണമാക്കി മാറ്റുന്നില്ലേ, ആ ഇരുമ്പിനെ സ്പർശക്കല്ലാക്കി തന്നെ മാറ്റുന്നു. അതാണ് ലോകപരിസാച്ചി നസഹേ ഉപമാ സദ്ഗുരു മഹിമാ അഗാധചി ലോകപരിസാചി നസഹേ ഉപമാ. ഉപമ പറയാൻ പറ്റില്ലേ പറയുന്നു. ഇപ്പം നാമദേവൻ തൊടുന്ന കല്ല് പോലും സ്പർശക്കല്ലായി മാറുമെന്ന് പറഞ്ഞപ്പോൾ കണ്ടപ്പോഴാണ് സ്പർശഭാഗവതർക്ക് മനസ്സിലായി, മഹാത്മാവി ഈ സ്പർശക്കല്ല് പോലും വേണ്ടാൻ നിങ്ങൾ പുഴയിൽ വള്ളിച്ചെറിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സ്പെഷ്യൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ ഒരു നല്ല കല്ല് വെച്ചിട്ടുണ്ട്. ഏതാണ്? കല്ലുവേനോ നീല നീരം കോലും നല്ല കല്ലുവേനോ മല്ല വൈരി പേരോലൊന്ന കല്ലുവേണമോ ഇന്ദ്രനീല മണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വട്ടശീലായി വിളങ്കുന്ന കല്ലു വേണമോ. ഞാൻ വെച്ചിരിക്കുന്ന ഒരു നീലക്കല്ല് വെച്ചിട്ടുണ്ട്, അതാണ് പാണ്ഡുരംഗൻ, ആ ഗുരുവായൂരപ്പൻ. ഈ കല്ല് വെച്ചാൽ മതി, ഇത് വലിയ രത്നമാണ്, ബാക്കിയൊക്കെ ചെറിയ രത്നമാണ്. ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗന യൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവ വംശരത്നം. ഞാനൊരു നീലക്കല്ല് വെച്ചിട്ടുണ്ടെന്ന് പാണ്ഡുരംഗന പറഞ്ഞപ്പോഴാണ് പിന്നെ അദ്ദേഹം ആ സ്പർശക്കല്ല് വേണ്ടാൻ പറഞ്ഞ് തിരിച്ച് ചന്ദ്രഭാഗയിൽ വലിച്ചെറിഞ്ഞു, നാമം ജപിച്ചിരുന്നു. അങ്ങനെ സമചിത്താഹ സമലോഷ്ട സ്പർശക്കല്ല് കണ്ടാലും സാധാരണ കല്ല് കണ്ടാലും സമചിത്താഹ പ്രശാന്താഹ. ഇതിനെ ഉദാഹരണം പറഞ്ഞാൽ എത്ര പറയാം, ഭാഗവതം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഭക്തന്മാരുടെ കഥ തന്നെ പറയാം. റാഖ കുംഹാർ, റാഖ ബാഖ, 2 പേർ ദമ്പതിമാരാണ്. ഭർത്താവിൻ്റെ പേരാണ് റാഖ, ഭാര്യയുടെ പേരാണ് ബാക്ക. ഇതൊക്കെ ഗ്രാമത്തിൽ അങ്ങനെ പേര് റാക്കായി മൂക്കായി ഇങ്ങനെയൊക്കെ പേരിടാറുണ്ട്. അതുപോലെ ഒരു പേരാണ് ഗോറ കുംഭാർ പോലെ റാക്ക കുംഭാർ. കുംഭാർ പറഞ്ഞാൽ
ഹിന്ദിയിൽ കൊശവൻ്റെ പേരാണ്. കളമുണ്ടാക്കുന്ന മണ്ണ് കൊണ്ട് പറഞ്ഞത് കുമാർ എന്ന് പറയും. ആ രാക്കാ കുംഭാർ എന്ത് ചെയ്തു? മണ്ണ് പാന ഉണ്ടാക്കി പിന്നെ അത് തീയിലിട്ട് ചൂടാക്കി പിന്നെ എല്ലാവർക്കും പുറത്ത് കൊടുക്കുള്ളൂ. അങ്ങനെ തീ വച്ചു, ഈ പാണമൊക്കെ ഉണ്ടാക്കി തീ വെച്ചു അത് ചൂടാക്കാൻ വേണ്ടി. അപ്പോൾ എന്തായി, പെട്ടെന്ന് ഒരു പൂണ ആ തീയെ ചുറ്റി പ്രദക്ഷിണം വെച്ച് മ്യാവ് മ്യാവെന്ന് പറയുന്നു. മ്യാവ് മ്യാവെന്ന് ശബ്ദിക്കുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഒരു പൂച്ച എന്ത് ചെയ്തു, അതിൻ്റെ മൺപാണിയിലെ ഇടയിൽ ഒരു മൺപാണിയിൽ സ്വന്തം ആ കുട്ടിയെ അവിടെ വച്ചിട്ടുണ്ട്. ഇദ്ദേഹം അറിയാത്ത ആ കുട്ടികളെയും ചേർത്ത് തീയിൽ വെച്ചു പോയി. അപ്പോൾ വളരെ സങ്കടപ്പെട്ടു. ഒരു പൂച്ചയുടെ ഒരു രോമം വീണാൽ തന്നെ 1000 ജന്മത്തിന് പാപം തുടർച്ചയായി വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഈ പൂച്ചക്കുട്ടിയെ രക്ഷിച്ചാൽ ഈ തൊഴിൽ വിട്ട് ഉപേക്ഷിച്ച് ഞാൻ കാട്ടിൽ വാണപ്രസ്ഥനായി പോയിക്കോളാം, നിന്നെ ആശ്രയിച്ച് വന്നോളാം. സങ്കല്പം ചെയ്തു, സത്യം ചെയ്തു. പിന്നെ ആ ചൂടുമൊക്കെ അടങ്ങിയ ശേഷം ഓരോരോ കളമായി ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുമ്പോൾ നോക്കി വയ്ക്കുന്നു. അതിൽ നടുക്കുള്ള ഒരു കളം എടുത്ത് വയ്ക്കുമ്പോൾ ശബ്ദം കേട്ടു, 4 പൂച്ചക്കുട്ടി രക്ഷപ്പെട്ടു ഓടും. അപ്പോൾ അദ്ദേഹം സന്തോഷമായി. പിന്നെ അടുത്ത കളം എടുക്കാൻ നോക്കിയിട്ടില്ലേ, ഈ ചെറിയ പൂച്ചക്കുട്ടികളെ കണ്ടപ്പോൾ ആ അമ്മ പൂച്ച കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം കാട്ടിൽ ജീവിതമായി പഴങ്ങൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഭഗവാനും രുക്മിണി ദേവിയും പാണ്ഡുരംഗനും രുക്മിണി ദേവിയും പരസ്പരം സംസാരിക്കുന്നു. നമ്മുടെ നാമദേവൻ നല്ല വൈരാഗ്യമുള്ള ആളാണ്. വൈരാഗ്യം പറഞ്ഞാൽ ഇത് കേരളത്തിൽ പറയുന്ന വൈരാഗ്യമില്ലേ, സംസ്കൃത വൈരാഗ്യം. വൈരാഗ്യം പറഞ്ഞാൽ വിരക്തനായിരിക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, നാമദേവനേക്കാൾ വിരക്തനായ ഒരാളുണ്ട്, അതാണ് രാക്കാ കുംഭാർ. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അവിടെ ഇരിക്കുന്നു കാട്ടിൽ. അങ്ങനെയാണോ, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി രുക്മിണി ദേവി അവിടെ വന്നു. അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി കുളിച്ച് വരുന്ന വഴിയിൽ തൻ്റെ വൈരക്കല്ല് ഉള്ള മൂക്കുത്തി അവിടെ വച്ചു. മൂക്കിൽ ആഭരണം ഉണ്ടല്ലോ, നാസാഭരണം, അത് അവിടെ വഴിയിൽ വച്ചു. നടന്നു വരുന്ന ഈ രാക്കാ കുംഭാർ നോക്കി പല മിന്നുന്ന സാധനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് വൈരക്കല്ലുള്ള കൂടുതൽ വിലയുള്ള മൂക്കുത്തിയാണ്. പക്ഷേ ഇത് ഭാര്യയെ കണ്ടാൽ ചിലപ്പോൾ ആഗ്രഹം തോന്നിപ്പോവും. ഭാര്യയെ കാണേണ്ടാന്ന് വിചാരിച്ച് കുറച്ച് മണ്ണെടുത്ത് ഇങ്ങനെ അത് മൂടി അദ്ദേഹം പോയി. പുറകിൽ വരുന്ന ഭാര്യ നോക്കി, ഇയാൾ ഇടയ്ക്ക് കുണിഞ്ഞ് എന്തോ മണ്ണെടുത്തിട്ടല്ലോ എന്താണെന്ന്. അവിടെ വന്ന് നോക്കുമ്പോഴാണ് ആ മണ്ണ് ഒന്ന് നീക്കി നോക്കുമ്പോൾ നല്ല മൂക്കുത്തി. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ഒരു കല്ലെടുത്ത് ഒരു കല്ല് മണ്ണെ കൊണ്ട് മൂടേണ്ട ആവശ്യമുണ്ടോ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇദ്ദേഹം വൈരം വിചാരിച്ചു, വൈരക്കല്ലിന് ഇദ്ദേഹം നോക്കി. ആ അമ്മ എന്ത് ചെയ്തു, അത് വൈരക്കല്ല് നോക്കില്ലേ, അത് ഒരു കല്ലാണ്, അത് കല്ലിനെ എന്തുകൊണ്ട് മണ്ണ് കൊണ്ട് മൂടണം പറഞ്ഞപ്പോഴാണ് രുക്മിണി ദേവി പ്രത്യക്ഷപ്പെട്ടു. വാണരംഗണം ശരിക്കും നിങ്ങളാണ് വിരക്ത ദമ്പതിമാർ അവരെ. അങ്ങനെ സമലോഷ്ടാസ്മ കാഞ്ചനഃ മഹാന്തസ്തേ സമചിത്താഃ പ്രശാന്താഃ വിമന്യവഃ സുഹൃദഃ സാധവോയെ. മഹാത്മാക്കളുടെ ഗുണങ്ങൾ ഇവിടെ പറയുന്നു. വിമന്യവഃ, ഒട്ടും ദേഷ്യം ശുണ്ഠിയില്ലാത്ത ആൾക്കാരാണ്. ഇങ്ങനെ കോപത്തെ നിയന്ത്രിച്ച മഹാത്മാക്കളുടെ കഥ പറഞ്ഞാൽ അതുകൊണ്ട് പറയാം. തുകാറാം പേരുള്ള മഹാത്മാ, ഏകനാഥൻ പേരുള്ള മഹാത്മാ, ഇവരൊക്കെ ഏകനാഥൻ്റെ ശിരസിൽ തുപ്പിയപ്പോഴും അദ്ദേഹം മിണ്ടാതെ പോയി. തുക്കാറാമിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിന് കറുമ്പ് കൊണ്ട് അടിച്ചപ്പോൾ കറുമ്പ് 2 കഷ്ണമായി മുറിഞ്ഞു. 2 കഷ്ണം പറഞ്ഞാൽ എങ്ങനെയാണ്, നരസിംഹൻ തൂണ് പിളർന്നത് പോലെയാണ്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കണ്ടോളൂ, ഉള്ളത് ഒരു കറമ്പേ ഉള്ളൂ, നമ്മൾ 2 പേർക്കും വിധിക്കേണ്ടേ. ഇങ്ങനെ മുറിഞ്ഞു പോയാൽ ഒരാൾക്ക് സീറ്റുള്ള ഭാഗവും വേറെ ആൾക്ക് സീറ്റില്ലാത്ത ഭാഗമായി പോകും. അതുകൊണ്ട് നിൻ്റെ കൈയും എൻ്റെ ശരീരം ഉപയോഗിച്ച് ഭഗവാൻ 2 കഷ്ണമാക്കി തന്നിരിക്കുന്നു. എന്തോ ദേഷ്യം കൊണ്ട് ഭാര്യ കറുമ്പ് കൊണ്ട് അടിച്ചപ്പോഴാണ് അദ്ദേഹം അതും ഭഗവാന്റെ അനുഗ്രഹമായി വിചാരിച്ചു. ഇത് ഭാര്യയോട് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സമയം വൈകും, സമയമായോ പറഞ്ഞാൽ ഇല്ല ഞാൻ 1 മണിക്കേ കഴിക്കുള്ളൂ പറഞ്ഞ് വിശപ്പ് അടക്കി മര്യാദയ്ക്ക് കഴിച്ചിട്ട് വരും. സ്വന്തം വീടാണെങ്കിൽ 12 മണി കഴിഞ്ഞില്ലേ വേഗം കൊണ്ടുവരൂ. സ്വന്തം ഭാര്യയുടെ ചുണ്ടെടുക്കാറുണ്ടല്ലോ. സ്വന്തം ഭാര്യ എടുത്തപ്പോഴും ഇങ്ങനെ വിമന്യവഃ സുഹൃദഃ സാധവോയെ. എത്ര ഭക്തന്മാരാണ്. എന്തരോ മഹാനുഭാവുలు అందరికీ వందనము పాడిല്ലേ.
മഹാന്തസ്തേ സമചിത്താഹ. സമചിത്ത പറഞ്ഞാൽ എന്താ അർത്ഥം? സമമായ ചിത്തം മാത്രമല്ല, മയാ സഹ വർത്തതേ ഇതി സമഹ. മയാ മാ പറഞ്ഞാൽ ലക്ഷ്മി, ലക്ഷ്മിയോടിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മഹാന്തസ്തേ സമചിത്ത പ്രശാന്താഹ വിമന്യവ സുഹൃദസാധവോയെ. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അടുത്ത് പോയി എൻ്റെ കഥകളെ കേൾക്കണം. മത്കർമ്മ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കൂ പറയും. ഇവിടെ പറയുന്നത് ഭഗവാനല്ലേ, മത്കർമ്മഭിഹി മത്കഥയാച നിത്യം മദ്ദേവ സംഘാത് ഗുണകീർത്തനാൻ മേ. എൻ്റെ കഥ കേട്ടോളൂ, എൻ്റെ കഥ അഭിനയിച്ചോളൂ, എൻ്റെ ഗുണകീർത്തനാൻമേ. ഇങ്ങനെയൊക്കെ ഭഗവാൻ ഇവിടെ ഉപദേശം കൊടുത്തു. പിന്നെ ഋഷഭോപദേശത്തിൽ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മസൂക്ഷ്മമാണ്. ധർമ്മം എല്ലാവർക്കും അറിയാം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇത് ധർമ്മമാണ്. ധർമ്മസൂക്ഷ്മം എന്താണെന്ന് ചോദിച്ചാൽ അച്ഛനായാലും അമ്മയായാലും ധർമ്മം പറഞ്ഞാൽ മാത്രമേ അനുസരിക്കാവൂ, അധർമ്മം പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മകൻ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു, ഇനി എൻ്റെ ഒപ്പം സീട്ട് ആടാൻ ചൂത് കളിക്കാൻ സുഹൃത്ത് വന്നില്ല, നീ വരൂ പറഞ്ഞാൽ പിതൃദേവോ ഭവ പറഞ്ഞ് ചൂത് കളിക്കാൻ പോകരുത്. അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ സത്യം പറഞ്ഞാൽ മാത്രമേ, അത് ധർമ്മം പറഞ്ഞാൽ മാത്രമേ കേൾക്കാവൂ. അച്ഛൻ്റെ വാക്ക് പരിപാലിച്ചിട്ടില്ലേ പ്രഹ്ലാദൻ, അമ്മയുടെ വാക്ക് പരിപാലിച്ചിട്ടില്ലേ ഭരതൻ, ആചാര്യൻ്റെ വാക്ക് പരിപാലിച്ചിട്ടില്ലേ ബലിചക്രവർത്തി. ഇങ്ങനെ ഉദാഹരണം വെച്ചാൽ ഇവർക്ക് ഉയർന്നവരായിട്ട് നമുക്ക് കൊണ്ടാടുന്നു. എന്താ കാരണം? ആരായാളും ധർമ്മം പറഞ്ഞാൽ മാത്രമേ, ഭഗവാനുക്ക് അനുകൂലമായി പറഞ്ഞാലേ അത് കേൾക്കാവൂ എന്നുകൂടി ഇവിടെ ഉപദേശിച്ചു. ധർമ്മസൂക്ഷ്മം. അങ്ങനെ ധർമ്മസൂക്ഷ്മം ഉപദേശിച്ച ഭഗവാൻ ഋഷഭദേവൻ ഒരു കാട്ടുതീ കണ്ടപ്പോൾ, ഋഷഭദേവൻ ഇങ്ങനെ വസ്ത്രമില്ലാതെ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം നോക്കിയിട്ട് ഒരു രാജ അർഹൻ അർഹൻ പേരുള്ള രാജാവ് എന്ത് ചെയ്തു? ഇങ്ങനെ വസ്ത്രമില്ലാതെ സഞ്ചരിച്ചാൽ മുക്തി കിട്ടും വിചാരിച്ച് അവൻ ഒരു മതം ഉണ്ടാക്കി. അതാണ് മന്ദഹ. അങ്ങനെ ഇവിടെ പറയുന്നു. ശുകാചാര്യൻ 2 ആൾക്കാരെ മന്ദന്മാർ, വിഡ്ഢീന്ന് ശുകാചാര്യൻ പറഞ്ഞ 2 ആളുകൾ ഭാഗത്തിലുണ്ട്. അതിൽ ഈ അർഹൻ പേരുള്ള ഈ രാജാവിനെയും പിന്നെ പൗണ്ഡ്രകവാസുവിനെയും മന്ദഹ എന്ന് പറയുന്നു. അങ്ങനെ ഇതി മൂഢ പ്രതിജ്ഞായ എന്ന് പറയുന്നുണ്ട് അവിടെ. ദേവം പശുപതി അവിടെ ശാൽവൻ്റെ കഥയിലെയും അതുപോലെ പൗണ്ഡ്രകൻ്റെ കഥയിലും ഇവിടെയും മന്ദഹ ഇങ്ങനെ ജൈനമതം ഉണ്ടാക്കാൻ പോകുന്നു. മന്ദഹ സംപ്രവർത്ത ഇഷ്യതേ എന്ന് പറയുന്നു. കാട്ടുതീയിൽ എല്ലാ ജീവികളും മരിക്കുന്നത് കണ്ടപ്പോൾ ആ കാട്ടുത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ മരിക്കുന്ന എല്ലാ ജീവികൾക്കും മുക്തി കൊടുത്തു ഋഷഭദേവൻ. അത് കേട്ടപ്പോൾ പരീക്ഷത്തിന് അത്ഭുതമായി. എല്ലാ ജീവികൾക്കും എങ്ങനെ മുക്തി കൊടുത്തു ഭഗവാൻ ചോദിച്ചപ്പോഴാണ്, ഭഗവാൻ എല്ലാവർക്കും മുക്തി കൊടുക്കും, പക്ഷേ ഭക്തി കൊടുക്കാറില്ലേ. മുക്തിം ദദാതി കരിഹിചിത് സ്മന ഭക്തിയോഗം. ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് മുക്തി ചോദിക്കാൻ പാടില്ല, ഭക്തിയാണ് വേണ്ടത്. ഭക്തി കൊടുത്താൽ എന്താ ബുദ്ധിമുട്ടാണ്? ഭഗവാൻ എല്ലാം ചെയ്യേണ്ടി വരും. ദൈവം പ്രിയ കുലപതിക്ക് കൊച കിങ്കരോവഹ, കിങ്കരനായി വരേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തി കൊടുക്കാറില്ലേ. നഖനിയമിത കണ്ടൂൻ പാണ്ഡവശ്ചന്ദനാസ്വാൻ അനുദിനമഭിഷിഞ്ചൻ അഞ്ജലിസ്ഥൈപ്പയോഭിഃ ദശന വിധൃതരശ്മിഃ അവതു വിതതഗാത്രഃ തോത്ര നിസ്യൂതമൗളിഃ ദശന വിധൃതരശ്മിഃ ദേവകീ പുണ്യരാശിഃ. ദേവകി എത്ര തപസ് ചെയ്ത് പിള്ള പെറ്റു, പക്ഷേ ദേവകിക്കും വസുദേവനക്കും ഉപയോഗമായിട്ടില്ലേ. ആ കൃഷ്ണൻ കൂടുതൽ ഉപയോഗം ആർക്കാണ് ചെയ്തു? അർജുനനുക്കാണ്. അർജുനൻ്റെ കുതിരയെ കുളിപ്പിക്കുന്ന രംഗം വർണ്ണിക്കുന്നു. നഖ നിയമിത കണ്ടോണ് ഈ കുതിരകൾക്ക് നല്ല ചൊറിഞ്ഞ് കൊടുത്തു. പാണ്ഡവ സ്യന്തനാസ്വാൻ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നു. ചില ആളുകൾ എല്ലാ ദിവസവും കാറ് തുടച്ച് വെക്കുന്നത് പോലെയാണ്. അണുദിനം അഭിഷിഞ്ചൻ അഞ്ജലിസ്ഥൈ പയോഭിഹി. കുളത്തിൻ്റെ അടുത്ത് നിന്ന് 2 കിലോ വെള്ളം കോരി ആ കുതിരയുടെ മുകളിൽ ഇട്ട് തേച്ച് ഉറച്ച്, പിന്നെ കുതിരകൾ അവിടെ ഓടില്ലേ, അതുകൊണ്ട് ചെയ്തു ദശന വിധൃതരശ്മി. അത് കുതിരയുടെ കടിഞ്ഞാളം സ്വന്തം വായിൽ കടിച്ച് പിടിച്ച് നിർത്തി. അവത്തു വിതതഗാത്ര തോത്ര നിസ്സു. കുതിരയെ ഓട്ടുന്ന ആ കമ്പും ശിരസിൽ സ്വരുക്കി വെച്ച് അങ്ങനെ ഭഗവാൻ ദേവിക്ക് ഇത്ര തപസ് ചെയ്ത് ഉണ്ടായ ഈ കുട്ടി ആർക്കാണ് ചെയ്യുന്നു? ഭക്തനായ അർജുനനുക്ക് വേണ്ടി ഇത്ര കാര്യം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം പ്രിയ കുലപതിക്ക് കൊച കിങ്കരഹ, കിങ്കരനായി വരേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തി കൊടുക്കാറില്ലേ, മുക്തി കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഭക്തന്മാർ എന്ത് ചെയ്യുന്നു? മുക്തി ചോദിക്കാറില്ലേ. ഭക്തിയെ തന്നാലും ഭക്തി ഒഴിച്ചൊന്നും വേണ്ടേ വേണ്ട. അങ്ങനെ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് തത്കാലം ഇവിടെ സമർപ്പിക്കാം.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാവിലെ വരാനാണ് പറഞ്ഞത്, പക്ഷേ സപ്താഹത്തിന് ഇടയിൽ മുങ്ങിയതാണ്. അപ്പോൾ അവിടെ പ്രഭാഷണം ചെയ്യാൻ പാകത്തിൽ ആൾ കിട്ടാതായപ്പോഴാണ് അവിടെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഇവിടെ വന്നു. എല്ലാവരും ക്ഷമിക്കണം. ദൈവോ സദ്ഗുരു മഹാരാജ് കി ജയ്. അഖില ഭാരത